Madhava Jayo Jabihari Jai Jayo 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 Jabihari Jai Jayo Jayo Girivaradari Jayo Girivaradari Jayo Gopinavarama Jayo Girivaradari Jayo Girivaradari Jayo Yashodharana Jayo Prajanaraja Jayo Jayo Yashodharana Jayo Prajanaraja Jayo Jayo Yamuna Tiravanatari Jayo Kunja Bihari Jayo Yavanatari Jayo Viravanatari Jayo Kunja Bihari Jayo Krishna Hari Krishna 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 Hari Krishna Hare Hare Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare Hare
संकीर्तन महायज्ञ की श्रीमद् भागवतम गीता पढ़ने की जय, श्री राम प्रभुपाद की जय, श्री गुरुदेव की जय। ओम नमो भगवते वासुदेवाय। ओम भगवते वासुदेवाय। भगवते वासुदेवाय। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये। नष्टप्रायेषु भक्तेषु नित्यां भागवतसेव्या भगवते भक्तिलोके भक्तिर्भवति नैष्ठिकी। मोहं करोति वाचालं पङ्गुं लङ्घयते यत्कृपातमहं वन्दे श्रीगुरुं ददातु परमहंसं श्री चैतन्य। हरे कृष्ण। പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, ഭഗവാന്റെ കൃപ ഇന്ന് നമ്മൾ ശ്രീമദ് ഭാഗവതത്തില് വളരെ മനോഹരമായ ഒരു ശ്ലോകമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. സ്കന്ധം 2 അധ്യായം 7 ശ്ലോകം 30 ദാമോദര ലീലയായിട്ട് ബന്ധപ്പെട്ട മനോഹരമായ ബ്രഹ്മസംഹിത. शुल्बं सुदस्य नक्तदंश्यमाति। शुल्बं सुदस्य नक्तदंश्यमाति। यज्जं वतोस्य वनो गुणाधिको।
യജ്ജം പദസ്യ വദനി ഉപനാനി ഭൂമി സംവിശശി സമനാ പ്രതിഭൂതാസി സംവിശശി സമനാ പ്രതിഭൂതാസി. ക്ലിയർ അല്ലെന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചു. ഹരികൃഷ്ണൻ ക്ലിയർ ആവുന്നില്ലേ? ശുൽഭം സുദസ്യ നതു തത്വദംശ്യമാദി ശുൽഭം സുദസ്യ നതു തത്വദംശ്യമാദി യജ്ജം വദോസ്യ വദനി ഉപനാനി ഭൂമി യജ്ജം വദോസ്യ വദനി ഉപനാനി ഭൂമി സംവിശശി സമനാ പ്രതിഭൂതാസി സംവിശശി സമനാ എല്ലാവരും പറയാം. ഗ്രഹീത എടുക്കുക വഴി. എന്ത് തന്നെയായാലും ഉപബന്ധം ബന്ധിക്കുന്നതിന് വേണ്ടിയുള്ള കയറുകൾ. അമുഷ്യ അദ്ദേഹത്തിന്റെ മാതാവ് ശുൽഭം കയറുകൾ സുദസ്യ അവളുടെ പുത്രനെ ഇല്ല എന്നിരുന്നാലും ക്രമേണ അമുക്ഷ അദ്ദേഹത്തിന്റെ മാതി തൃപ്തികരമായിരുന്നു ഏതാണ് ജമ്പതഃ വായ് തുറന്ന് അസ്യ അദ്ദേഹത്തിന്റെ വദനി വായിൽ ഭുവനാനി ലോകങ്ങൾ ഗോപികമാർ സംവീക്ഷേ അത് ദർശിക്കുകയാൽ ശങ്കിത മനഃ മനസ്സിന്റെ ശങ്ക പ്രതിബോധിത വ്യത്യസ്ത രീതിയിൽ ബോധ്യപ്പെടുത്തി അസീ ആവണ്ണം പ്രവർത്തിച്ചിരുന്നു. പറയാം. ഗോപസ്ത്രീ യശോദ കൃഷ്ണന്റെ പോറ്റമ്മ സ്വപുത്രന്റെ കൈകൾ കയറുകളാൽ ബന്ധിക്കുവാൻ ശ്രമിച്ചപ്പോൾ കയറിന്റെ നീളം സദാ അപര്യാപ്തമായി അനുഭവപ്പെടുകയാൽ ഒടുവിൽ ആ ശ്രമം ഉപേക്ഷിച്ചു. ഉടനെ ശ്രീകൃഷ്ണ ഭഗവാൻ പതുക്കെ അദ്ദേഹത്തിന്റെ വായ തുറക്കുകയും അതിൽ സർവപ്രപഞ്ചങ്ങളും സ്ഥിതി ചെയ്യുന്നത് യശോദാ മാതാവ് ദർശിക്കുകയും ചെയ്തു. ഇത് കണ്ട് യശോദയുടെ മനസ്സിൽ സന്ദേഹമുളവായി എങ്കിലും സ്വപുത്രന്റെ ഈ അതീന്ദ്രിയ സ്വഭാവത്തെ വ്യത്യസ്തമായ രീതിയിൽ യശോദാ മാതാവിനെ ബോധ്യപ്പെടുത്തി കൊടുത്തു. ഭാവാർത്ഥമേസി ഭക്തി വേദാന്ത സ്വാമി ശ്രീരാമ ശിശുവിനെ പോലെ ഭഗവാൻ കൃഷ്ണൻ യശോദാ മാതാവിനെ ശല്യപ്പെടുത്തുകയാണ്. യശോദ ശിശുവിനെ ശിക്ഷിക്കാനായി അവന്റെ കയറുകളാൽ ബന്ധിക്കാൻ തുനിഞ്ഞു. എന്നാൽ എത്ര നീളമുള്ള കയർ ഉപയോഗിച്ചിട്ടും അതെല്ലാം പുത്രനെ ബന്ധിക്കുവാൻ സദാ അപര്യാപ്തമെന്ന് ബോധ്യപ്പെടുകയാണ് യശോദ ശ്രമാർത്ഥയായി. ആ സമയം ഭഗവാൻ അദ്ദേഹത്തിന്റെ വായ തുറന്ന് കാട്ടുകയും സർവലോകങ്ങളും ഒന്നിച്ച് അതിൽ ദർശിച്ച് സ്നേഹനിധിയായ മാതാവ് അത്ഭുതപ്പെടുകയും ചെയ്തു. എന്നാൽ അത് സ്വപുത്രനെ തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവിധ വിപത്തുകളിൽ നിന്നും സർവശക്തനായ ഭഗവാൻ കൃപാപുരസ്കരം സംരക്ഷിച്ചു കൈകൊണ്ടാവണം എന്ന് കൃഷ്ണനോടുള്ള അമിത സ്നേഹത്താൽ യശോദാ മാതാവ് കരുതി. കൃഷ്ണനോടുള്ള ഗാഠമായ വാത്സല്യത്താൽ സ്വപുത്രൻ സ്വയം പരമതി
പുരുഷൻ ഭഗവാൻ നാരായണനാണെന്ന് യശോദയ്ക്ക് ഒരിക്കലും ചിന്തിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. പരമോദരനായ ഭഗവാന്റെ അന്തരംഗ ശക്തിയായ യോഗമായയുടെ പ്രവർത്തനം അപ്രകാരമായിരുന്നു. വായിക്കാം. പരമോന്നതനായ ഭഗവാന്റെ അന്തരംഗ ശക്തിയായ യോഗമായയുടെ പ്രവർത്തനം അപ്രകാരമാകുന്നു. അത് അദ്ദേഹത്തിന്റെ വിഭിന്ന ഭക്തന്മാരോടൊപ്പമുള്ള എല്ലാ ഭഗവത് ലീലകളെയും പരിപൂർണമാക്കാൻ, ശ്രേഷ്ഠമാക്കാൻ പ്രവർത്തിക്കുന്നു. അത്തരം അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ഭഗവാൻ ഒഴികെ ആർക്കാണ് കഴിഞ്ഞിട്ടുള്ളത്? ഓം തസ്മൈ ശ്രീ ചൈതന്യ മനോഭിഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപാകദം ദദാതി സമുദാന്തികം വന്ദേഹം ശ്രീഗുരോ ശ്രീധവാദകമലം ശ്രീഗുരു വൈഷ്ണവാം ച ശ്രീരൂപം സാഗ്രജാതം സകഗണാരഘുനാനിതം ത്വം സജീവം സാദ്വൈതം സാവധൂതം പരിചിതസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീ രാധാകൃഷ്ണ പാദാൻ സകലദാ ശ്രീ ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപേശ കാന്താ നമസ്തേ സപ്തകാഞ്ജന ഗൗരാംഗി രാധേ ദേവി പ്രണാമി ഹരിപ്രിയേ നമോ ഭഗവതന്യായ കൃഷ്ണ പ്രേമ പ്രദായതേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാമ്നേ ഗൗരീശേ നമഃ നമോ ബ്രാഹ്മണ ദേവായ ഗോ ബ്രാഹ്മണ ഹിതായ ജഗദ്ഗിതായ കൃഷ്ണായ ഗോവിന്ദായ നമഃ വാഞ്ചാകൽപതരുഗച്ഛ കൃപാസ്തുമേവ പതിദാനാം പാവനേവോ വൈഷ്ണവേ നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ടായ ഗുരുമൂർത്തേ ശ്രീമതേ ഭക്തി വേദാന്ത നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാചാര ദേശധാരണേ ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ നമോ ശ്രീമതേ ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, ഇത് വളരെ മനോഹരമായ ഒരു ശ്ലോകമാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ മാസം നമ്മൾ ദാമോദരാജൻ അല്ലേ, നമ്മളെല്ലാവരും നന്നായി ചെയ്തു. ദാമോദര ലീലയെ കുറിച്ച് ഒരുപാട് ക്ലാസ്സുകൾ കേട്ടു. എന്നിട്ടും ദാമോദര ലീലയോടുള്ള ഇഷ്ടം തീരാത്തത് കൊണ്ട് നമ്മൾ വീണ്ടും ഇന്ന് മറ്റൊരു ദാമോദര ലീലയുടെ കുറെ എപ്പിസോഡുകൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യും. ഓക്കെ, ദാമോദര മാസത്തിന്റെ പ്രത്യേകത, ഭഗവാൻ മറ്റേത് ലീലയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ലീലയാണ് ദാമോദര മാസത്തിൽ ചെയ്തത്. അത് ദാമോദര ലീല തന്നെയാണ്. ദാമോദര ലീലയ്ക്ക് എന്താണ് ഇത്രയും പ്രത്യേകത? ഒരുപാട് ഭക്തന്മാര് ദാമോദര ലീലയെ കുറിച്ച് ക്ലാസ് എടുത്തു അല്ലെ. എന്നിട്ട് ദാമോദര ലീലയുടെ ഗ്ലോറി അവസാനിക്കുന്നു. ഇത്രമാത്രം പറയാൻ ഒരുപാടുണ്ട്. കാരണം അതിനകത്ത് ഒരുപാട് ഒളിപ്പിച്ചു വച്ച ഗുപ്തമായ കുറെ രഹസ്യങ്ങൾ, ഭഗവാന്റെ ലീലകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ ഗുപ്തമായ രഹസ്യങ്ങൾ ദാമോദര ലീലയായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളത്. ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാല്, ഭഗവാൻ മറ്റേത് ലീലയിലും ഭഗവാന്റെ ഭാവം എന്തെന്ന് ചോദിച്ചാൽ, ഭഗവാന്റെ ഭാവം ഒരു വിന്നറിന്റെ ഭാവമാണ്. ഒരുപാട് ഡെമൻസിനെ ഭഗവാൻ കൊന്നു അല്ലെ. അപ്പൊ ഡെമന്മാരെ കൊല്ലുമ്പോ, അസുരന്മാരെ കൊല്ലുമ്പോൾ ഭഗവാന്റെ ഭാവം എന്താണ്? വിജയ് മനോഭാവമാണ്. അപ്പൊ വിജയിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? സന്തോഷിക്കും അല്ലെ. സന്തോഷിക്കുകയല്ലേ ചെയ്യും. വിജയിക്കുമ്പോൾ നമ്മൾ സന്തോഷിക്കും. അങ്ങനെ സന്തോഷിക്കുന്ന ഭാവത്തിലാണ് ഭഗവാന്റെ ഒട്ടുമിക്ക ലീലകളും നടന്നിട്ടുള്ളതായി കാണും. എന്നാൽ ഭഗവാൻ കരഞ്ഞുകൊണ്ടുള്ള ഒരു ലീല, അതാണ് ദാമോദര ലീല. ശരിയാണ്, ഭഗവാൻ കരഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. മൊത്തം ദാമോദര ലീലയിൽ കൃഷ്ണൻ കരഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോ ആലോചിച്ച് നോക്കണം, ഭഗവാൻ കരഞ്ഞുകൊണ്ടുള്ള ഒരു ലീല, ഭഗവാൻ തോറ്റുപോകുന്ന ലീല, ഭഗവാൻ പണിഷ്മെന്റ് സ്വീകരിക്കുന്ന ലീല അല്ലെ. ബാക്കി എല്ലാവർക്കും ഭഗവാൻ പണിഷ്മെന്റ് അങ്ങോട്ടാണ് കൊടുക്കുന്നത്. എന്നാൽ ദാമോദര ലീലയെ ഭഗവാൻ പണിഷ്മെന്റ് ഇങ്ങോട്ട് സ്വീകരിക്കുന്ന ലീല. ഭഗവാൻ കള്ളം പറഞ്ഞതിന് ശിക്ഷ അനുഭവിച്ച ലീല. ബാക്കി എല്ലാവർക്കും കള്ളം പറഞ്ഞ് കടന്നുകളെ. ഇവിടെ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. ഭഗവാൻ പിടിക്കപ്പെട്ട ലീല. ഭഗവാൻ പിടിക്കപ്പെട്ടിരിക്കുന്ന ലീലയാണ് അല്ലെ. ബാക്കി ഭഗവാനെ ആർക്കും പിടിക്കാൻ പറ്റില്ല. ഇവിടെ പിടിക്കപ്പെട്ട ലീലയാണ്. ഭഗവാനെ
കുറ്റം പറയുന്ന ലീല. നീ അങ്ങനെ ചെയ്തില്ലേ, നീ ഇങ്ങനെ ചെയ്തില്ലേ എന്ന് പറഞ്ഞ് യശോദ ദേവി ഭഗവാനെ കുറ്റം പറയുന്ന ലീല എന്നിങ്ങനെ ദാമോദര ലീലയില് ഭഗവാൻ മറ്റേത് ലീലയിൽ കാണിച്ചതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഒരുപാട് ഭഗവാൻ ദാമോദരന്റെ ഈ ലീലയില് ഭഗവാൻ ഒരുപാട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. നമ്മൾ ഭഗവാനെ കുറിച്ച് എന്തെല്ലാം കേട്ടിട്ടുണ്ടോ അതിന്റെ എല്ലാം നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ദാമോദര ലീലയിൽ ഒരുപാട് കാര്യങ്ങൾ ഭഗവാൻ ചെയ്തിട്ടുണ്ട്. അത് എന്തൊക്കെയാണ് ആ കോൺട്രാഡിക്ഷൻസ്? കോൺട്രാഡിക്ഷൻ എന്ന് പറയുമ്പോൾ വാക്കിന്റെ മലയാളം എന്താ? കോൺട്രാഡിക്ഷൻ എന്ന് പറയുമ്പോൾ വിരുദ്ധാത്മകത അല്ലെ? വിരുദ്ധാത്മകത, അതായത് ഭഗവാൻ നേരെ ഓപ്പോസിറ്റ് ആയിട്ടൊക്കെ പ്രവർത്തിച്ചത്. സാധാരണ ഭഗവാന്റെ സ്വഭാവം അനുസരിച്ച് നമ്മൾ ഒരു കണക്ക് കൂട്ടലുണ്ട്, ഭഗവാൻ ഇങ്ങനെയൊക്കെ ചെയ്യും അല്ലെ. എന്നാൽ ദാമോദര ലീലയില് മൊത്തം ഉൾട്ട തലകുത്തനെ ഭഗവാൻ കാണിച്ചത്. അപ്പൊ ഈ തലകുത്തനെ കാണിച്ചതിന് ഓരോ കാര്യത്തിനും ഭഗവാൻ നമുക്ക് നല്ലൊരു മെസ്സേജ് ഗുപ്തമായി നൽകുകയാണ്. ആ മെസ്സേജ് നമുക്ക് പഠിച്ചാൽ മാത്രമേ ആ ദാമോദര ലീലയെ ശരിക്കും നമുക്ക് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. പലപ്പോഴും നമ്മളെ എന്തിന് ഭഗവാൻ ഇങ്ങനെ ചോദിച്ചു എന്ന് നമ്മൾ ചിന്തിക്കാറില്ല. പക്ഷെ ഭഗവാൻ വെറുതെ ആ ലീല നടത്തിയതല്ല. ഭഗവാൻ തീർച്ചയായിട്ടും ആ ഓരോ ലീലയിലും ഭഗവാൻ ഒരുപാട് ഗുണപാഠങ്ങൾ നമുക്ക് നൽകുന്നു. എന്തായാലും ദാമോദര ലീലയെ കുറിച്ച് ഏതൊക്കെ ശാസ്ത്രത്തിൽ എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് മുതൽ നമുക്ക് ചർച്ച ആരംഭിച്ചു. അപ്പോ ഞാൻ പറയുന്നത് ഭഗവാന്റെ ഓരോ ലീലകളിലും ഒരുപാട് മെസ്സേജ് ഉണ്ട്. ഈ ദാമോദര ലീലയിൽ ഭഗവാൻ കോൺട്രാഡിക്ഷൻസ് ആണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഭഗവാന്റെ ഈ കോൺട്രാഡിക്ഷനെ പ്രധാനമായിട്ടും ഒരുപാട് കോൺട്രാഡിക്ഷൻസ് ഉണ്ട്, എന്നാലും ഒരു 13 കോൺട്രാഡിക്ഷൻസ്, എത്ര 13 വിരുദ്ധാത്മകത ഭഗവാന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഭഗവാൻ കാണിച്ച ലീലകൾ ഒരു 13 ഞാനിവിടെ ഭക്തന്മാരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ആ 13 ലീല എന്തൊക്കെയാണെന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഓക്കെ, ഈ 13 ലീലകളെയും വിസ്തരിച്ച് നമുക്ക് ഓരോ ക്ലാസ് വെച്ച് എടുക്കാൻ കഴിയും. നമുക്ക് ഇന്നത്തെ ചർച്ചാ വിഷയം ആ 13 ലീലകളും ഓട്ടിച്ച് പറയുക മാത്രം. അപ്പോൾ മാസത്തിൽ ഒരു ക്ലാസ് വെച്ച് അടുത്ത ദാമോദര മാസം വരെ നമുക്ക് ഓരോ ലീലയും ചർച്ച ചെയ്യപ്പെടാൻ പറ്റും. നല്ല രസമാണ്. മാസം ഒരു ക്ലാസ് ഭഗവാൻ കൃപയാൽ എനിക്ക് ദാമോദര ലീല വർണ്ണിക്കാനുള്ള ഭാഗ്യം നമ്മുടെ തരട്ടെ. ഓക്കെ, എന്നാൽ ഇന്നത്തെ ലീലയുടെ ചർച്ചാ വിഷയം ഈ 13 ലീലയും സംഹരിച്ച് പറയലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്താണ് നമുക്ക് നോക്കാം. ഒന്ന്, ദാമോദര ലീലയെ കുറിച്ച് എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ശാസ്ത്രത്തിൽ എന്ന് നമുക്ക്. ഒന്ന്, ശ്രീമദ് ഭാഗവതം 10ാമത്തെ സ്കന്ധം 9ാം അധ്യായത്തിൽ ദാമോദര ലീലയെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, പിന്നെ പറഞ്ഞിരിക്കുന്നത് ശ്രീല പ്രഭുപാദന്റെ കമന്ററിയില് കൃഷ്ണ ബുക്കില് ദാമോദര ലീലയെ കുറിച്ച് നല്ല രീതിയിൽ ആര് വർണ്ണിച്ചിട്ടുണ്ട്? ശ്രീല പ്രഭുപാദൻ മനോഹരമായി ദാമോദര ലീലയെ കുറിച്ച് പറഞ്ഞു. പിന്നെ വർണ്ണിച്ചിട്ടുള്ള വിശ്വനാഥ ചക്രവർത്തി ടാഗോർ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ, ഏതൊക്കെ പുസ്തകം ഞാൻ പറയാം, അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ വളരെ നന്നായി ദാമോദര ലീല വിപുലമായി വർണ്ണിച്ചിട്ടുണ്ട്. പിന്നെ സംസാരിച്ചിട്ടുള്ളത് ജീവഗോസ്വാമി ദാമോദര ലീലയെ കുറിച്ച് നല്ല സൂപ്പറായിട്ട് വ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്. അതേപോലെ സനാതന ഗോസ്വാമിയും ദാമോദര ലീലയെ കുറിച്ച് വളരെ മനോഹരമായി ഇൻസൈറ്റ്സ്, ഗുണപാഠ കഥകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിലൊന്നിലും പെടാതെ നമ്മുടെ 500-600 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ചൈതന്യ മഹാപ്രഭുവിന്റെയും ഒക്കെ കാലഘട്ടത്തിന് ശേഷം തൊട്ടപ്പുറം വിശ്വനാഥ ചക്രവർത്തി നരോത്തമദാസ് ഠാക്കൂർ അവരുടെ കാലഘട്ടത്തിന് ശേഷം ഒരു ഹരിശൂരി എന്ന് പറഞ്ഞ ഒരു ആചാര്യനുണ്ട്. ഹരിശൂരി എന്ന് പറഞ്ഞു. ആ ആചാര്യൻ ശ്രീമദ് ഭാഗവതന്റെ 10 കാൻഡോ 50 അധ്യായത്തിൽ ഭഗവാൻ കൃഷ്ണന്റെ വൃന്ദാവന ലീലയെ കുറിച്ച് മാത്രം ഒരു വ്യാഖ്യാനം ചെയ്തു. അതിലും വളരെ മനോഹരമായി ദാമോദര ലീലയെ കുറിച്ച് വർണ്ണന. അപ്പൊ ഈ വർണ്ണനകൾ ഉള്ള പുസ്തകങ്ങളെ കുറിച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ പത്മപുരാണത്തിൽ ദാമോദരാഷ്ടകം വരുന്നുണ്ട്. അതിൽ നാരദ മഹർഷിയും ശൗനക ഋഷിയും തമ്മിലുള്ള സംഭാഷണം, അതേപോലെ സത്യവ്രത മുനി ആയിട്ടുള്ള സംഭാഷണങ്ങളായിട്ടുള്ള ദാമോദരാഷ്ടകം വരുന്ന പത്മപുരാണത്തിൽ നമുക്ക് ദാമോദര ലീലയെ കുറിച്ചുള്ള വിവരണങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ ആനന്ദ വൃന്ദാവന ചമ്പു എന്നുള്ള പുസ്തകത്തിൽ ദാമോദര ലീലയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഗോപാല ചമ്പു എന്നുള്ള പുസ്തകത്തിൽ ദാമോദര ലീലയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഗർഗ സംഹിതയിൽ ദാമോദര ലീലയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഹരിവംശത്തിലും ദാമോദര ലീലയെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, ഇത് ദാമോദര ലീലയിൽ മാത്രമല്ല, ഭഗവാന്റെ ഏത് ലീലയെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും ഭഗവാനെ മാത്രം നമുക്ക് വർണ്ണിക്കാൻ പറ്റുമോ? നരസിംഹ അവതാരത്തിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആരെയും കൂടെ ചേർത്തേ നമുക്ക് ആ ലീല വർണ്ണിക്കാൻ പറ്റത്തുള്ളൂ. ഒരു ഭക്തന്റെ ആ ലീലകളും കൂടെ അവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലെ. ആരാണ് നരസിംഹ അവതാരം വരുമ്പോൾ ആരെ കുറിച്ച് നമ്മൾ സംസാരിക്കണം? പ്രഹ്ലാദ് മഹാരാജാവിനെ കുറിച്ച് സംസാരിക്കണം അല്ലെ. അതുപോലെ ഓണം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും. വെറുതെ വാമനനെ കുറിച്ച് മാത്രം ഗ്ലോറിഫൈ ചെയ്താൽ ആ ഓണം സെലിബ്രേഷൻ കംപ്ലീറ്റ് ആവോ?
പകരം ആരെയും കൂടെ നമ്മൾ ഗ്ലോറിഫൈ ചെയ്യേണ്ടിയിരിക്കുന്നു? മഹാബലിയെ കുറിച്ച് അല്ലെ. അങ്ങനെ ഭഗവാന്റെ ഏത് അവതാരം എടുത്താലും ഒരു ഭക്തനെ കുറിച്ച് കൂടെ ഗ്ലോറിഫൈ ചെയ്താലേ ആ ലീല കംപ്ലീറ്റ് ആവും അല്ലെ. അപ്പൊ കൃഷ്ണൻ അവതാരങ്ങൾ എടുത്തതിന്റെ ഉദ്ദേശം സ്വയം ഗ്ലോറിഫിക്കേഷൻ സ്വീകരിക്കാനല്ല, പകരം ഭക്തന്മാരെയും കൂടെ ഗ്ലോറിഫൈ ചെയ്യണം. എങ്ങനെയാണെങ്കിൽ ദാമോദര ലീലയിൽ ശ്രീകൃഷ്ണൻ ആരെയാണ് ഗ്ലോറിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ആരാണ്? യശോദാദേവിയെയും കൂടെ നമ്മൾ ചേർത്ത് ഗ്ലോറിഫൈ ചെയ്താൽ മാത്രമേ ദാമോദര ലീല ഗ്ലോറിഫിക്കേഷൻ അവസാനിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ യശോദാദേവി മാത്രമല്ല ഗോപികമാരെയും കൂടെ ഭഗവാന്റെ ദാമോദര കാർത്തിക മാസത്തിൽ നമുക്ക് വർണ്ണിക്കേണ്ടതുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ദാമോദര ലീല നടന്നത് സാധാരണ ദീപാവലി ദിവസം എന്നാണ് പറയുന്നത്. കാർത്തിക മാസത്തിൽ ഒട്ടുമുക്ക ലീലകളും ഭഗവാൻ ആടിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട ലീലകളിൽ പലതും അത് ഈ ദാമോദര മാസത്തിലാണ് അവതരിപ്പിച്ചത്. കൃഷ്ണന്റെ ഒരുപാട് പ്രോമിനന്റ് രസാസ്, ഏതൊക്കെ രസമാണുള്ളത് ഭഗവാൻ തമ്മിലുള്ള ബന്ധത്തിൽ പറയൂ? ഒന്ന് എന്താ? ശാന്തരസം. രണ്ട് രണ്ട് ദാസ്യരസം. ശാന്തരസം, ദാസ്യരസം, സഖ്യരസം, അതേപോലെ തന്നെ വാത്സല്യരസം, മാധുര്യരസം. അതിൽ വൃന്ദാവന ലീലയിൽ ഏറ്റവും കൂടുതൽ ഭഗവാൻ കാണിച്ചിരിക്കുന്നത് ആദ്യത്തെ 5 വയസ്സ് വരെ ഭഗവാൻ വാത്സല്യ രസമാണ് കൂടുതൽ ഭഗവാൻ സ്പ്രെഡ് ചെയ്തിരിക്കുന്നത്. കോവമ്ര ലീല എന്നാണ് പറയുന്നത്. ഭഗവാന്റെ 6 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള ലീലകളിൽ ഭഗവാൻ സഖ്യരസത്തിന് പ്രോഗന്റെ ലീലയാണ്, അതിൽ സഖ്യരസത്തിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഭഗവാൻ 10 വയസ്സ് മുതൽ 15 വയസ്സ് വരെ മാധുര്യ ലീല അല്ലെങ്കിൽ യുവലീലയിലെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് മാധുര്യ രസത്തിനാണ്. പിന്നെ ഭഗവാൻ 15 വയസ്സിന് ശേഷം ഭഗവാൻ വയസ്സായിട്ടേ ഇല്ല, അതാണ്. പിന്നെ അങ്ങനെ തന്നെ ഭഗവാൻ കണ്ടിന്യൂ ചെയ്തു. ഓക്കെ, അതിലും ഇവിടെ ഭഗവാൻ ദാമോദര ലീല നടക്കുന്ന സമയം എന്ന് പറയുന്നത് ഭഗവാന്റെ വളരെ കൗമാരമെത്തിയില്ല, ബാല്യലീലയിലുള്ള ലീലയാണ്. ഓക്കെ, അപ്പോ ഭഗവാന്റെ ബാല്യലീലയില് ഭഗവാനെ കുറിച്ച് പറയുന്നതില് ആദ്യത്തെ 50 ചാപ്റ്റർ ശ്രീമദ് ഭാഗവതത്തില് ഇവിടെ വെച്ചാണ് അദ്ദേഹം ലീല ആടിയിട്ടുള്ളത്, വൃന്ദാവൻ ധാമത്തിലാണ് ആടിയിട്ടുള്ളത്. അപ്പൊ ഈ നടക്കുന്ന ലീലയും നടക്കുന്നത് വൃന്ദാവൻ ധാമിലാണ്. ശരി, ഇനി നമ്മള് ഭഗവാന്റെ 13 കോൺട്രാഡിക്ഷൻസ് ദാമോദര ലീലയിൽ എന്താണെന്ന് നോക്കാം. അതിനു മുമ്പ് ഭഗവാന്റെ ഭാവത്തിനെ കുറിച്ച് പറയുമ്പോൾ ശ്രീമദ് ഭാഗവതം 10:11-9 ഭഗവാൻ ആരുടെ അടിമയാണെന്ന് പറയുന്നു. ഭഗവാൻ ആരുടെയൊക്കെ അടിമയാണ് പറയും? ഭഗവാൻ ആര് പറഞ്ഞാൽ കേൾക്കും, ആര് പറഞ്ഞാൽ അനുസരിക്കും. ഭഗവാൻ യഥാർത്ഥത്തിൽ ആർക്കും ഭഗവാനെ തോപ്പിക്കാൻ പറ്റില്ല, പക്ഷെ ഒരാൾക്ക് മാത്രം തോന്നും. ആർക്കാണ്? ഭക്തന്മാർക്ക് തോപ്പിക്കാൻ പറ്റും, അതാണ്. അപ്പോ കൺട്രോൾഡ് ബൈ ഡിവോട്ടീസ്. ഭഗവാൻ ഈ ലോകത്തിനെ കൺട്രോൾ ചെയ്യുന്ന വ്യക്തിയാണ്, പക്ഷെ ഭഗവാനെ കൺട്രോൾ ചെയ്യാൻ ആർക്ക് പറ്റുമെന്ന് ചോദിച്ചാൽ ഭഗവാന്റെ ഭക്തന്മാർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് കൺട്രോൾഡ് ബൈ ഡിവോട്ടീസ്. ഒന്ന്, ഭഗവാനെ ഭക്തന്മാർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നു. 2, ഭഗവാന്റെ ദാസന്മാർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഭക്തനും ദാസനും 2 അല്ല, 1 തന്നെയാണ്. എന്നിരുന്നാലും എടുത്തു പറയുന്നുണ്ട് ശ്രീമദ് ഭാഗവതത്തില് ഭൃത്യന്മാർക്ക് ഭഗവാൻ, നമ്മളെല്ലാവരും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പൊസിഷൻ അനുസരിച്ച് ജീവനെ സ്വരൂപാഹി കൃഷ്ണേന നിത്യദാസൻ, എല്ലാവരുടെയും സ്വരൂപം എന്ന് പറയുന്നത് ഭഗവാന്റെ ദാസൻ എന്ന് തന്നെയാണ്. എന്നിരുന്നാലും ഭഗവാനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ഏത് ദാസൻ എന്ന് ചോദിച്ചാൽ പരിപൂർണമായി ഭഗവാനെ ശരണാഗതി പ്രാപിച്ചിട്ടുള്ള ഭക്തന്മാരാണ് അങ്ങനെ ഭഗവാനെ കൺട്രോൾ ചെയ്യുന്ന ലെവലിലേക്ക് വളർന്നു ദാസ്യന്മാർ. ഓക്കെ, മൂന്നാമത് കൺകേഡ് ബൈ ഡിവോട്ടീസ്. ഭക്തിർ ജീതവ്യം. ഭഗവാൻ പറയുന്നത് പോലെ ഭക്തന്മാർ പറയുന്നത് പോലെ അനുസരിക്കുകയും കൂടെ ചെയ്യും. ഭക്തിർ ജീതവ്യം. കോൺകേഡ് ബൈ ഡിവോട്ടീസ്. ഭക്തന്മാരാൽ പരാജിതനാണ് ഭഗവാൻ. അത് ദാമോദര ലീലയിൽ ഭഗവാൻ അത് കാണിച്ചു. അതേപോലെ ഡിപ്പെൻഡൻസ് ഓൺ ഡിവോട്ടീസ്. ഭക്ത പരാധീന. ഭഗവാൻ പറയുന്നു ഞാൻ ആരുടെ പരാധീനനാണ്? ഭക്തന്മാരുടെ അടിമയും കൂടിയാണ്, പരാധീനനാണ്. ശ്രീമദ് ഭാഗവതം 9-ാമത്തെ കേന്ദ്രയില് ഭഗവാൻ അത് പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഭഗവാൻ ഭക്തന്മാർ പറയും പോലെ കേട്ടു. സാധാരണഗതിയിൽ ഭഗവാൻ പറയുന്നത് പോലെയാണ് ഭക്തന്മാർ കേൾക്കേണ്ടത്, ആണല്ലോ. ഉദാഹരണത്തിന് ഭഗവാന് ഒരു ആഗ്രഹമുണ്ട്, ഭക്തന് ഒരു ആഗ്രഹമുണ്ട്. ആരുടെ ആഗ്രഹമാണ് സാധാരണഗതിയിൽ ജയിക്കാൻ ചാൻസ് ഉള്ളത്? സാധാരണഗതിയിൽ ഭഗവാൻ പറയുന്നത് നടക്കത്തുള്ളൂ, ഭക്തൻ പറയുന്നതല്ല നടക്കുന്നത്. ഭഗവാൻ പറയുന്നതേ നടക്കത്തുള്ളൂ. ഉദാഹരണത്തിന് അർജുനൻ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യുന്നില്ല, യുദ്ധം ചെയ്യുന്നില്ല കുരുക്ഷേത്രത്തിൽ, അല്ലെ? ഭഗവാൻ പറഞ്ഞു നീ യുദ്ധം ചെയ്യണം. അപ്പൊ 2 കോൺട്രഡിക്ഷൻസ് ആണ് വന്നത്. അവസാനം ആര് പറഞ്ഞത് വിജയിച്ചു? കൃഷ്ണൻ പറഞ്ഞത് വിജയിച്ചു. അവസാനം കൃഷ്ണൻ പറഞ്ഞു കരിഷേ
ഞാൻ ചെയ്തു കൊള്ളാം, അങ്ങ് പറഞ്ഞത് അതുപോലെ ഞാൻ അനുസരിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ അവസാനം ആരുടെ അണ്ടറിൽ സറണ്ടർ ആയി? കൃഷ്ണന്റെ അണ്ടറിൽ അർജുനൻ സറണ്ടർ ആയി. അവസാനം കൃഷ്ണൻ പറയും പോലെ കേൾക്കാൻ ആര് തീരുമാനിച്ചു? അർജുനൻ തീരുമാനിച്ചു, അല്ലെ? എന്നാൽ ദാമോദര ലീലയിൽ എന്ത് സംഭവിച്ചു? യഥാർത്ഥത്തിൽ യശോദ ദാമോദര ലീലയില് കൃഷ്ണന് എന്ത് വേണം? പാല് വേണം. പാല് കിട്ടിയോ? പാല് കിട്ടിയില്ല. യശോദാദേവി ചൂടാക്കിയ പാൽ എടുക്കാൻ പോവരുത്, കൃഷ്ണന്റെ ആഗ്രഹം. എന്നിട്ട് നടന്നോ? യശോദേവി പോവുക തന്നെ ചെയ്തു. എല്ലാം ഓപ്പോസിറ്റ് ആയിട്ട് നടക്കുകയാണ്, അല്ലെ? കൃഷ്ണന്റെ ആഗ്രഹത്തിന് എതിരായി നടക്കുകയാണ്. എന്നിട്ട് കൃഷ്ണന് ദേഷ്യം വന്നു, അതെല്ലാം അടിച്ചു പൊളിച്ചു. കാരണം എന്താ? ദേഷ്യം എപ്പോഴാണ് വരുന്നത്? ദേഷ്യം എപ്പോഴാണ് എല്ലാവർക്കും വരുന്നത്? നമ്മൾ വിചാരിച്ച കാര്യം നടന്നില്ലെങ്കിൽ ദേഷ്യം വരും. കാമേശ ക്രോധേശ രജോ ഗുണ സമുദ്ഭവ, അല്ലെ? ആദ്യം കാമം, ആഗ്രഹം വരും. അത് നടന്നില്ലെങ്കിൽ ക്രോധം വരും. ഇവിടെ കൃഷ്ണന് ക്രോധം വന്നിരിക്കുന്നു. കാരണം എന്ത്? ക്രോധം വരാൻ കാരണം ഒറ്റ കാര്യമേ ഉള്ളൂ. എന്താ? നമ്മൾ ആഗ്രഹിച്ച കാര്യം നടന്നില്ല, അതുകൊണ്ടാണ് ക്രോധം വരുന്നത്. ഇവിടെ കൃഷ്ണന് എന്ത് വന്നിട്ടുണ്ട്? ക്രോധം വന്നിട്ടുണ്ട്. കാരണം കൃഷ്ണൻ വിചാരിച്ചതുപോലെ കാര്യം നടക്കുന്നില്ല, അതുകൊണ്ട് ദേഷ്യം വന്നു. അപ്പൊ കോൺട്രാഡിക്ഷൻ സാധാരണഗതിയിൽ അങ്ങനെ വരാറായില്ല. കൃഷ്ണൻ വിചാരിച്ചത് നടക്കാതിരിക്കുമോ? ഇല്ല, ഇവിടെ നടക്കാതെ വന്നു, അതുകൊണ്ട് ഭഗവാന് ദേഷ്യം വന്നു. കോൺട്രാഡിക്ഷൻ സംഭവിച്ചിരിക്കുകയാണ്. അപ്പോ അവസാനം എന്തായി? ഭഗവാനെ പിടിച്ചു കെട്ടാൻ തീരുമാനിച്ചു. ആര്? യശോദാദേവി പിടിച്ചു. സാധാരണ ഈ ലോകത്തിൽ ആർക്കെങ്കിലും ഭഗവാനെ പിടിച്ചു കെട്ടാൻ പറ്റുമോ? പറ്റൂല. അവസാനം പിടിച്ചു കെട്ടിയോ? കെട്ടി. ആദ്യം പറ്റിയില്ല, പിന്നെ കെട്ടിയല്ലോ. പണിഷ്മെന്റ് കൊടുത്തിരിക്കുകയാണ്. സാധാരണഗതിയിൽ ആർക്കാണ് പണിഷ്മെന്റ് കൊടുക്കുന്നത്? ലോകത്തിൽ എല്ലാവർക്കും പണിഷ്മെന്റ് എടുത്ത കൃഷ്ണനാണ്. ഇവിടെ കൃഷ്ണന് പണിഷ്മെന്റ് കിട്ടിയിരിക്കുകയാണ്. കോൺട്രാഡിക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് സംഭവിച്ചിരിക്കുകയാണ്, അല്ലെ? അപ്പൊ ഇതൊക്കെ ദാമോദര ലീലയിലാണ് സംഭവിച്ചിരിക്കുന്നത്. ബാക്കി എല്ലാ ലീലയിലും നേരെ തിരിച്ച എല്ലാ ലീലയിലും സംഭവിച്ചിട്ടുള്ളത്. ദാമോദര ലീലയിൽ കൃഷ്ണന്റെ പ്ലാൻ മൊത്തത്തിൽ കൊളാപ്സ് ആയിപ്പോയി, ഒന്നും നടക്കുന്നില്ല. എന്താണ് അങ്ങനെ? അതെ, ഭഗവാൻ സമ്മതിച്ചിട്ട് തന്നെയാണ് എല്ലാം നടക്കുന്നത്, സമ്മതിക്കുന്നു. ഭഗവാൻ സമ്മതിക്കാൻ കാരണമെന്ത്? അങ്ങനെ പരാജിതനാവാൻ എന്തുകൊണ്ട് കൃഷ്ണൻ തയ്യാറാണ്? ഇതാണ് ചോദ്യം. അതെ, സമ്മതിക്കും. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറയാൻ പോകുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ദാമോദര ലീലയിൽ കാണിച്ച 13 കോൺട്രാഡിക്ഷൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. 1, സുപ്രീം പ്രൊപ്പറേറ്റർ സ്റ്റീൽസ്. എന്താ? ലോകത്തിന്റെ അധിപതി. അദ്ദേഹത്തിന് അതുകൊണ്ട് ഒരു പേര് കിട്ടി. എന്താണ് ആ പേര്? പറയൂ. സുപ്രീം പ്രൊപ്പറേറ്റർ സ്റ്റീൽസ്. ഈ ലോകത്തിലെ എല്ലാത്തിനെ അധിപതി, ഈ ലോകത്തിന്റെ സർവ്വസ്വത്തിന്റെ അധിപതി മോഷ്ടിക്കുന്നു. എന്താ? ഈ ലോകത്തിന്റെ സർവ്വസ്വത്തിന്റെ അധിപതി ഇവിടെ എന്ത് ചെയ്യുന്നു? മോഷ്ടിക്കുന്നു. ജഗന്നാഥൻ. അതിന്റെ പേരെന്താ? ജഗന്നാഥൻ എന്നുള്ള പേര് വരാൻ കാരണം എന്താ? ജഗത്തിന്റെ നാഥൻ. ജഗത്തിന്റെ നാഥൻ ഇവിടെ എന്ത് ചെയ്യുന്നു? മോഷ്ടിക്കുന്നു. ഒരേ ഒരു ശിക്ഷ മാത്രം ഒരാൾക്ക് കിട്ടത്തില്ല, കൃഷ്ണന് കിട്ടത്തില്ല. നമുക്ക് ലോകത്ത് ആർക്കും ഏത് ശിക്ഷയും കൊടുക്കാം, കേട്ടോ. ലോകത്ത് എല്ലാവർക്കും ഏത് ശിക്ഷയും നമുക്ക് കൊടുക്കാം. പക്ഷെ ഒരേ ഒരു ശിക്ഷ മാത്രം കൃഷ്ണന് കൊടുക്കാൻ പറ്റില്ല. അതേത് ശിക്ഷയാണെന്ന് അറിയാമോ? പറയൂ. ഏത് ശിക്ഷയാണ്? നാട് കടത്തൽ എന്നുള്ള ശിക്ഷ. നാട് കടത്തൽ എന്നുള്ള ശിക്ഷ ആർക്കും കൊടുക്കാൻ പറ്റില്ല. കാരണം എന്ത്? എല്ലാ ലോകം ആർക്ക് സ്വന്തമാണ്. അപ്പൊ ഭഗവാനെ ഒരു നാട്ടിൽ നിന്ന് അപ്പുറത്തെ നാട്ടിലേക്ക് മാറ്റിയ ആ നാട് ആരുടെയാണ്? നാട് കടത്തുന്ന ശിക്ഷ മാത്രം ആർക്ക് കൊടുക്കാൻ പറ്റില്ല? കൃഷ്ണന് കൊടുക്കാൻ പറ്റില്ല, കേട്ടോ. അദ്ദേഹം ജഗന്നാഥനാണ്. നാട് കടത്തുന്ന പരിപാടി മാത്രം അദ്ദേഹത്തിന് സ്വീകരിക്കാൻ പറ്റില്ല. കാരണം ഭൗതിക ആധ്യാത്മ ലോകങ്ങളുടെ ഉറവിടം. എന്താണ് ആ ശ്ലോകം? പറയും. അഹം സർവസ്യ പ്രഭവോ മത്തഃ സർവം പ്രവർത്തതേ ഇതി മത്വാ ഭജന്തേ മാം ബുധാഭാവാ സമന്വിതഃ. ഭൗതിക ആധ്യാത്മിക ലോകങ്ങളുടെ ഉറവിടം ഞാനാണ്. എല്ലാം എന്നിൽ നിന്നാണ് ഉണ്ടായത്. ഇതറിയുന്ന ബുദ്ധിമാന്മാർ എന്റെ സേവനത്തിൽ ഏർപ്പെടുകയും എന്നെ ഉള്ളഴിഞ്ഞ് ആരാധിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തിന് ആരാധിക്കുന്നത്. നമുക്കറിയാം അതുകൊണ്ട്. അപ്പൊ ഇവിടെ ജഗത്തിന്റെ നാഥൻ മോഷ്ടിക്കുന്നു. ഒരാൾ ഒരു സാധനം മോഷ്ടിക്കണമെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അദ്ദേഹത്തിന്റെ അതല്ലാത്ത സാധനങ്ങൾ മോഷ്ടിക്കാൻ പറ്റും, അല്ലേ? ഒരാളുടെ സ്വന്തം സാധനം എടുത്തുകൊണ്ട് പോയാൽ അതിനാര് മോഷണം എന്ന് പറയോ? പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചു? ഇദ്ദേഹം മോഷ്ടിച്ചിരിക്കുകയാണ്. എന്താണ് മോഷ്ടിച്ചിരിക്കുന്നത്? ഇദ്ദേഹം ഗോപികമാരുടെ വീട്ടിലുള്ള എന്തൊക്കെ മോഷ്ടിച്ചിരിക്കുന്നു? വെണ്ണ, അത് ഇതെല്ലാം അടുത്ത് മോഷ്ടിച്ചാണ്. അപ്പൊ ഇവിടെ കൃഷ്ണൻ മോഷണം നടത്തിയിരിക്കുന്നു. എന്ത് മോഷണമാണ്? യശോദാദേവിയുടെ സമ്മതമില്ലാതെ യശോദാദേവി പേക്ക് ചെയ്ത് വച്ചിരുന്ന വെണ്ണയെല്ലാം
കൃഷ്ണൻ എന്ത് ചെയ്തിരിക്കുകയാണ്? എടുത്ത് സ്വന്തം ഇഷ്ടത്തിന് ഉപയോഗിക്കുകയും മങ്കീസിന് കൊടുക്കുകയും ചെയ്തു. ആർക്ക് കൊടുത്തു? അദ്ദേഹത്തിന്റെ കൂട്ടുകാരായ ആർക്ക് കൊടുത്തു? കുറെ കൊരങ്ങന്മാർക്ക് കൊടുക്കുകയും ചെയ്തു. അത് ആരുടെ സമൂഹത്തോടെ ആണോ? അല്ലയോ? യശോദയുടെ സമൂഹത്തോടാണോ? അല്ല. അപ്പൊ അത് മോഷണമല്ലേ? യശോദദേവി വെച്ചിരുന്നതല്ലേ? അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് സുപ്രീം പ്രൊപ്പറേറ്റർ സ്റ്റേറ്റ്, ജഗത്തിന്റെ നാഥൻ മോഷണം നടത്തി. കോൺട്രഡിക്ഷൻ ആണ്. കാണുന്നില്ലേ? മോഷണം നടത്തി. അതായത് ഈ ലോകത്തിൽ സകലതും ഭഗവാന്റെ ആയിരുന്നിട്ട് വീണ്ടും അതായത് സ്ഥിതയോഗ എന്ന് പറയുമ്പോ ഭഗവാന് വെളിയിൽ നിന്ന് ഒന്ന് സ്വയമേ അദ്ദേഹത്തിന് ഒന്ന് വെളിയിൽ നിന്ന് വേണ്ട. അദ്ദേഹം സ്വയം സംതൃപ്തനും ആത്മരാമനുമാണ്. അങ്ങനെയുള്ള ആളിന് വെളിയിൽ നിന്ന് എന്തെങ്കിലും മോഷ്ടിക്കേണ്ട ആവശ്യമുണ്ടോ? എന്നിട്ട് കൂടി ഭഗവാൻ ദാമോദരനിലേക്ക് മോഷണം നടത്തി. ഈ കോൺട്രാഡിക്ഷൻ നമ്മൾ എങ്ങനെ മനസ്സിലാവും? കൺക്ലൂഷൻ ഉണ്ട്, ഗുണപാഠമുണ്ട്, അത് ചർച്ച ചെയ്യും കേട്ടോ. അടുത്തത് അബ്സല്യൂട്ട് ട്രൂത്ത് ലൈസ്. ഭഗവാനെ പറയുന്ന മറ്റൊരു പേര് അബ്സല്യൂട്ട് ട്രൂത്ത് ആണ്. പരമസത്യം. പറയൂ. പരമസത്യമാണ് ഭഗവാൻ. അത് എവിടെ പറയുന്നു? ശ്രീമദ് ഭാഗവതം തുടങ്ങുന്നത് തന്നെ പരമസത്യമായ കാര്യം ഞാൻ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. ഫസ്റ്റ് ശ്ലോകം എന്താണ്? പറയൂ. ഓം നമോ ഭഗവതേ വാസുദേവ കഴിഞ്ഞ് ഭാഗവതം നമ്മുടെ വ്യാസദേവൻ അദ്ദേഹത്തിന്റെ മെച്യൂരിറ്റിയിൽ എഴുതിയ ആ ശ്ലോകം തുടങ്ങുന്നത് തന്നെ ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടാണ്. എന്താണ് തുടങ്ങുന്നത്? ജന്മാദസ്യതോ അന്യയാ ബ്രഹ്മഹൃദായ ആദികവൈ മുഹ്യന്തിയൂരയഃ തേജോ കുമാരിമൃതാ യദാ വിനിമയം യത്ര സർഗോ വാമൃഷഃ ദാമ്നാത്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. സത്യം പരം ധീമഹി. പരമസത്യമാണ് കൃഷ്ണൻ. ആരാണ്? ഈ ലോകത്തിലെ ഏറ്റവും സത്യമായ കാര്യം എന്ന് ചോദിച്ചാൽ പരമസത്യമായ ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഓക്കെ. ആ സത്യം, പരമസത്യമായ അദ്ദേഹം, പരമസത്യം. നമ്മൾ എന്താണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്? കൃഷ്ണനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ പരമസത്യത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്, അല്ലെ? എന്നാൽ ആ പരമസത്യം ഇവിടെ എന്ത് പറയുന്നു? കള്ളം പറയുന്നു. എന്ത് പറയുന്നു? കള്ളം പറയുന്നു. എന്ത് കള്ളമാണ് പറഞ്ഞത്? പറയും. എന്ത് കള്ളമാണ് പറഞ്ഞത്? യശോദാദേവി ഭഗവാൻ പാല് കൊടുത്തു. ഈ കഥയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നുണ്ട്. കോൺട്രഡിക്ഷൻ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. യശോദാദേവി ഭഗവാന് പാല് കൊടുത്തു. പാല് കൊടുത്തിട്ട് പെട്ടെന്നാണ് ഓർത്തത് അടുപ്പിൽ എന്തുണ്ട്? പാല് ഭഗവാൻ തന്നെയുള്ള സേവനത്തിന് വേണ്ടി ചൂടാക്കാൻ വെച്ചിട്ട് അറിയാതെ ഭഗവാന്റെ പാല് കൊടുക്കുന്നതിന് മുഴുകിപ്പോയി. പെട്ടെന്നാണ് ഓർമ്മ വന്നത് ആ പാൽ അവിടെ ഇരുന്ന് ചിന്തിപ്പുകളെ, അതുകൊണ്ട് അത് പോയി എടുക്കണം. എന്നിട്ട് ഭഗവാനെ 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഭഗവാനെ ഇരുത്തിയിട്ടാണ് പോകുന്നത്. അപ്പോഴത്തേക്ക് തിരിച്ചു വന്നപ്പോൾ എന്താ സംഭവിച്ചത്? ഭഗവാൻ അവിടെ കാണാനില്ല. അവിടെ വച്ചിരുന്ന പോട്ട്സ് അത് ഇതെല്ലാം അടിച്ച് പൊട്ടിച്ചിരിക്കുന്നു, അല്ലെ? അപ്പൊ ഇത് കണ്ടപ്പോ ദേവി ചോദിച്ചു, തപ്പി പിടിച്ച് കുറെ കഴിഞ്ഞിട്ടാണ് ഭഗവാനെ കണ്ടെത്തിയത്, പിടികിട്ടിയത്. അപ്പൊ ചോദിച്ചപ്പോ 2 ചോദ്യം ചോദിച്ചു. എന്താണ് ചോദ്യം? ആരാണ് ഈ പോട്ട്, വെണ്ണ വച്ചിരുന്ന പോട്ട് പൊട്ടിച്ചത്? ആരാണ് വെണ്ണ വച്ചിരുന്ന പോട്ട് പൊട്ടിച്ചത്? ചോദ്യം. ആൻസർ എന്താണ്? അല്ല, അത് ഒന്നാമത്തെ ചോദ്യമല്ല. ഒന്നാമത്തെ ചോദ്യം, ആരാണ് മങ്കീസിന് വെണ്ണ കൊടുത്തത്? ഇപ്പൊ നോക്കുമ്പോ ആരാണ് കഴിച്ചുകൊണ്ടിരിക്കുന്ന വെണ്ണ? എല്ലാ മങ്കീസും വെണ്ണ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചോദിച്ചു, ആരാണ് വെണ്ണ മങ്കീസിന് കൊടുത്തത്? ചോദ്യം എങ്ങനെയുണ്ട്? എന്നാ പരമസത്യം ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്തേ പറയൂ? സത്യമേ പറയൂ എന്നാണ് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത്, അല്ലെ? പരമസത്യം ഭഗവാൻ, അല്ലെ? അദ്ദേഹം പറഞ്ഞത് ഒരു കള്ളം എന്നാണ് പറയുന്നതെങ്കിലും അതിനകത്തൊരു സത്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ആരാണോ അവയെ സൃഷ്ടിച്ചത് അദ്ദേഹം തന്നെ ആർക്ക് കൊടുത്തു? ആരാണോ ആ മങ്കീസിനെ സൃഷ്ടിച്ചത്, കൊരങ്ങന്മാരെ സൃഷ്ടിച്ചത്, അദ്ദേഹം തന്നെയാണ് അവർക്ക് വെണ്ണ ആര് കൊടുത്തു? ആരാണോ അവയെ ശിക്ഷിച്ചത് അദ്ദേഹം തന്നെയാണ് അവർക്ക് വെണ്ണയും കൊടുത്തത്. തെറ്റാണോ ശരിയാണോ? അത് കള്ളം പറഞ്ഞോ? കള്ളം പറഞ്ഞില്ല. ഈ ലോകത്തിന്റെ അഹം ബീജപ്രദ പിതാ, ഈ ലോകത്തില് എല്ലാവർക്കും ബീജം നൽകിയ പിതാവ് ആരാണ്? കൃഷ്ണനാണ്. മങ്കീസിന്റെ അച്ഛനാരാണ്?
കൃഷ്ണൻ തന്നെയാണ്. സമസ്ത ജീവജാലങ്ങളുടെയും അച്ഛൻ ആരാണ്? ഈ ലോകത്തിലെ സകല ജീവാത്മാക്കൾക്കും 3 നേരം വേണ്ട ആഹാരം ആരാണ് കൊടുക്കുന്നത്? സമയാസമയത്തിന് എത്തിച്ചു കൊടുക്കുന്നത് ആരാണ്? അത്ഭുതം എന്ന് പറയട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഒരു എറുമ്പിന് വേണ്ട ഒരു തരി ആഹാരം. എത്ര ആഹാരം? ഒരൊറ്റ തരി ആഹാരം മതി എറുമ്പിന് വയറ് നിറച്ച് ശ്രീ ശ്രീ കൃഷ്ണ ഒരേ ഒരു തരി ആഹാരം 3 നേരവും വയറ് നിറച്ച് കഴിക്കാൻ ഈ ലോകത്ത് ഉറുമ്പിന് കിട്ടുന്നുണ്ടോ ഇല്ലയോ? കിട്ടുന്നുണ്ട് അല്ലെ? ഇനി ആലോചിച്ച് നോക്കൂ. നീലത്തിമിംഗലം. എന്താ? നീലത്തിമിംഗലത്തിന് 3 നേരം ഡെയിലി കഴിക്കാൻ എത്ര വേണം ആഹാരം? ടൺ കണക്കിന് ആഹാരം വേണം അല്ലെ? ടൺ കണക്കിന് ആഹാരം വേണം അല്ലെ? അതും സമയാസമയത്തിന് 3 നേരവും. നീലത്തിമിംഗലത്തിന് കിട്ടുന്നുണ്ടോ ഇല്ലയോ? ഈ ലോകത്തിന്റെ വ്യവസ്ഥ കൃഷ്ണൻ സെറ്റ് ചെയ്തനുസരിച്ച് ആൾക്കാർക്ക് വേണ്ട ആഹാരം കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള ഈ അറേഞ്ച്മെന്റിന്റെ ഭാഗമായി ഈ മങ്കീസിന് അവർക്ക് വേണ്ട ഈ വെണ്ണ ആരാണ് കൊടുത്തു ചോദിച്ചാൽ ആരാണ്? അതേ അവയെ ശിക്ഷിച്ച ഭഗവാൻ തന്നെയാണ് അവയ്ക്ക് അത് കൊടുത്തതെന്ന് കൃഷ്ണൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ? തെറ്റില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കേൾക്കുന്നുണ്ടോ? ഹൂ ബ്രോക്ക് ദ പോട്ട്? ആരാണ് ഈ പോട്ട്, ഏത് വെണ്ണ ഇരുന്ന ഈ പോട്ട് ആരാണ് പൊട്ടിച്ചത്? ചോദ്യം. അപ്പൊ കൃഷ്ണൻ പറഞ്ഞ് അങ്ങ് ചാടി പെട്ടെന്ന് എയിച്ചു പോയല്ലോ, എന്നെ വിട്ടേച്ച്. അപ്പൊ താങ്കളുടെ ഡ്രസ്സ് തട്ടി. എന്ത് പൊട്ടി? ഡ്രസ്സ് തട്ടി പോട്ട് പൊട്ടി. അതുകൊണ്ട് ഇനി അമ്മ ഞാനാണ് പിന്നെ എന്തിനാണ് നീ ഓടിയത്? അടുത്ത ചോദ്യം. ഞാനാണ് പൊട്ടിച്ചെങ്കിൽ നീ എന്തിനാ ഇറങ്ങി ഓടി എന്നെ കണ്ടപ്പോ? അത് അടുത്ത ക്വസ്റ്റ്യൻ അല്ലേ? ഉടനെ അടുത്ത ആൻസർ എന്താണ്? ഇത് പൊട്ടിയത് ആര് കണ്ടില്ല? അമ്മയുടെ സാരി തട്ടിയാണ് പൊട്ടിയെന്നുള്ളത് അമ്മ കണ്ടില്ലല്ലോ. അപ്പൊ അമ്മ വിചാരിക്കും ഞാനാണെന്ന്. അപ്പൊ എന്നെ അമ്മ അടിക്കുന്നു പേടിച്ചാണ് ഞാൻ ഓടിയത്. എന്ത് നല്ല ആൻസർ അല്ലേ? എല്ലാത്തിനും ചോദ്യത്തിന് ഉത്തരവുണ്ട് കേട്ടോ. അപ്പോ മനസ്സിലാക്കേണ്ടത് ഈ പരമ ദിവ്യ ഉത്തമ പുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ പരമസത്യമാണെന്നിരിക്കെ ഇവിടെ പറയുന്നതെല്ലാം നോക്കുമ്പോ ദാമോദര ലീലയില് പച്ചക്കള്ളം യഥാർത്ഥത്തിൽ പൊട്ടിച്ചത് ആരാണ്? ഇദ്ദേഹം തന്നെയല്ലേ? ഇപ്പൊ അദ്ദേഹം തടി തപ്പാൻ വേണ്ടി അദ്ദേഹം അല്ല എന്ന് പറയുന്നു. പരമസത്യം ആണ് എന്നിരിക്കലും പച്ചക്കള്ളം ദാമോദര ലീലയിൽ അദ്ദേഹം പറയുന്നു. അതിന് എന്ത് തത്വമാണ് നമുക്ക് പഠിക്കേണ്ടത്? അത് രണ്ടാമത്തെ കോൺട്രാഡിക്ഷൻ. മൂന്നാമത്തെ കോൺട്രാഡിക്ഷൻ, ദ സെൽഫ് സാറ്റിസ്ഫൈഡ് ബിക്കം ഹംഗ്രി. ഭഗവാൻ ആരാണ്? സെൽഫ് സാറ്റിസ്ഫൈഡ് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞു ആരാണ്? ഭഗവാൻ സ്വയം സംതൃപ്തനാണ്. വെളിയിൽ നിന്നൊന്നും അദ്ദേഹത്തിന് വേണ്ട. ആത്മരാമനാണ്. സെൽഫ് സാറ്റിസ്ഫൈഡ് ആണ്. സെൽഫ് ഇൻഡിപെൻഡന്റ് ആണ്. ഒന്നും അദ്ദേഹം ആരെ ഡിപ്പെൻഡ് ചെയ്തല്ല ഉള്ളത്. ഈ ലോകം അദ്ദേഹത്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഈ ഭൗതിക ആധ്യാത്മിക ലോകങ്ങൾ തന്നെ മുന്നോട്ട് പോകുന്നത്. ഒരേ സമയത്ത് ഭഗവാൻ എല്ലായിടത്തും ഉണ്ട്. ഭഗവാനെ മറച്ചു വെച്ച് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം സെൽഫ് സാറ്റിസ്ഫൈഡും എല്ലാം അദ്ദേഹത്തിന് അറിയുകയും ചെയ്യും. എന്നാൽ അദ്ദേഹത്തിന് ഇപ്പൊ എന്താണ്? സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉള്ള ആളിന് വിശക്കുന്നു. എന്ത് ചെയ്യുന്നു? വിശക്കുന്നു. ഈ ആടി മൊത്തം നടന്നത് എന്തുകൊണ്ടാണ്? ഇദ്ദേഹത്തിന് വിശപ്പുണ്ടായിരുന്നു. അമ്മ പാല് കൊടുക്കുന്നിരുന്നു അല്ലെ? ആ വിശപ്പ് തീരുന്നതിന് മുമ്പ് തന്നെ പാല് കൊടുക്കുന്നത് നിർത്തി. അപ്പൊ വിശപ്പ് തീർന്നില്ല. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അടിയാണ് ഏതിൽ കലാശിച്ചത്? പാവപ്പെട്ട ഭഗവാനെ പിടിച്ച് ഉരലില് കൊണ്ട് കെട്ടിയിടാനും ഒക്കെ കാരണമായത് ഈ അടങ്ങാത്ത വിശപ്പ് കൊണ്ടാണ്. ശരിയല്ലേ? നമുക്ക് നല്ല വിശപ്പുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ? കാണുന്നവരെടുത്തെല്ലാം ദേഷ്യപ്പെടും അല്ലേ? കാണാലോ? നമുക്ക് നല്ല വിശപ്പ്. ഹസ്ബൻഡ് ജോലിക്ക് പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്നു, നല്ല വിശന്നിരിക്കുകയാണ്. അപ്പൊ വൈഫ് അനാവശ്യമായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അപ്പൊ വൈഫ് ഹസ്ബൻഡ് എന്ന് പറയും, ആദ്യം ആഹാര വിളമ്പ് എന്ന് പറയും. നിക്കണം എന്ന് ഭാര്യ പറഞ്ഞ് കുറെ വേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അടുത്ത ഭർത്താവിന്റെ മുഖം മാറൂലേ? ദേഷ്യം വരും. വിശക്കുമ്പോ ദേഷ്യം വരും. അപ്പോ അതേപോലെ ഇവിടെ എന്ത് സംഭവിച്ചു? പരമദിവ്യ പുരുഷനായ ഭഗവാൻ സെൽഫ് സാറ്റിസ്ഫൈഡ് ആണ് യഥാർത്ഥത്തിൽ. ഒന്നും വെളിയിൽ നിന്ന് വേണ്ട. പക്ഷെ എന്നിരുന്നാലും ഇവിടെ എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിന് വിശക്കാൻ തുടങ്ങി. സമയത്തിന് ആഹാരം തന്നുമില്ല. യശോദാദേവി തന്നുമില്ല. ഉടനെ ഭഗവാൻ ദേഷ്യപ്പെട്ടു. അത് കാരണം ഇദ്ദേഹത്തിന് അടങ്ങാത്ത വിശപ്പുണ്ടായിരുന്നു. അപ്പോ സെൽഫ് സാറ്റിസ്ഫൈഡ് ആയ ആത്മസംതൃപ്തി ഉള്ള ആളിന് പരിപൂർണ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒന്നും വെളിയിൽ നിന്ന് ആഗ്രഹിക്കാത്ത ഈ വ്യക്തിക്ക് ഭഗവാൻ ശ്രീകൃഷ്ണനെ എന്തുകൊണ്ട് വിശക്കുന്നു എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ദാമോദര ലീലയിൽ അങ്ങനെ വിശക്കുന്നതായിട്ട് കാണപ്പെടും. യഥാർത്ഥത്തിൽ ദീപാവലി രാവിലെ ഭഗവാൻ എയിച്ചപ്പോ തന്നെ വിശക്കുന്നത് കൊണ്ട് യശോദാദേവിയുടെ അടുത്ത് വരികയും ദേവി നല്ല രീതിയിൽ പാല് കൊടുക്കുകയും ചെയ്തു. എന്നാൽ യഥാർത്ഥത്തില് ഭഗവാന് വേണ്ടി തന്നെയാണ് ആ പാല് കാച്ചാനും വെച്ചത്.
അപ്പൊ അത് എടുത്ത് തിരിച്ചുകൊണ്ട് വരുന്ന ആ ഒരു സെക്കൻഡ് സമയം വളരെ കുറച്ച് സമയമായിട്ടുള്ളൂ. എന്നിട്ട് കൂടി കൃഷ്ണൻ അതിനെ സമ്മതിച്ചു കൊടുക്കാതെ ദേഷ്യപ്പെട്ടത് എന്തുകൊണ്ട്? ഇത് നമ്മൾ പരമ ദിവ്യോത്ത പുരുഷൻ വെളിയിൽ നിന്ന് ഒന്നും ആഗ്രഹിച്ചിട്ടില്ലെങ്കിൽ കൂടി ഇപ്പോ കൃഷ്ണൻ യശോദാദേവിയിൽ നിന്നും നല്ലൊരു ആഹാരം, ഭക്ഷണം ആഗ്രഹിക്കുന്നു. അതെന്തുകൊണ്ട്? അതാണ് ഇതിനൊക്കെ ഒരു ഗുണപാഠമുണ്ട്, അത് നമ്മൾ ചർച്ച ചെയ്യും. അതേപോലെ നാലാമത്തെ ഒരു കോൺട്രാഡിക്ഷൻ എന്ന് പറയുന്നത് പീസ് പേഴ്സണിഫൈഡ് ബിക്കംസ് ആംഗ്രി. എന്താണ് പീസ് പേഴ്സണിഫൈഡ്? എന്താ? ഭഗവാൻ ശാന്തനാണ്, സമാധാന പ്രിയനാണ്, ആണല്ലോ. ഭഗവാൻ ഒരിക്കലും ആർക്കും ദ്രോഹം ചെയ്യാത്ത ആളാണ്. ഭഗവാൻ എല്ലാവരുടെയും നന്മ ആഗ്രഹിക്കുന്നവനാണ്, അല്ലെ? ഭഗവാൻ എല്ലാവരുടെയും ഉയർച്ച ആഗ്രഹിക്കുന്നതാണ്. ഭഗവാൻ ശാന്തിയും സമാധാനവും ആഗ്രഹിക്കുന്ന വ്യക്തി ഇവിടെ ദേഷ്യപ്പെടുന്നു. എന്താ? ദേഷ്യപ്പെടുന്നു. നിങ്ങൾക്ക് ഭഗവാന്റെ ക്ഷമയെ കുറിച്ച് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കഥ പറയണം. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരിൽ ഏറ്റവും കൂടുതൽ ശാന്തൻ ആര് എന്ന് അറിയാൻ വേണ്ടി ആരാണ് പോയത്? ഭൃഗു മഹർഷി, അല്ലെ? അപ്പൊ ബ്രഹ്മദേവനും ദേഷ്യം വന്നു, മഹാദേവനും ദേഷ്യം വന്നു. പക്ഷെ ഒരാൾക്ക് മാത്രം ദേഷ്യം വന്നില്ല. ആർക്കാണ്? വിഷ്ണുവിന് നെഞ്ചിലാണ് ഇടിച്ചത്, ചവിട്ടിയത്. ഭഗവാന്റെ ഹൃദയത്തിൽ ആരാണ് താമസിക്കുന്നത്? ലക്ഷ്മി ദേവിയുള്ള സ്ഥലത്താണ് ചവിട്ടിയത്. എന്നിട്ട് കൂടി അത് ചാടി അയച്ചിട്ട് പറഞ്ഞു, അങ്ങയുടെ പാദം വേദനിച്ചുവോ? ഇങ്ങനെ പറ്റുമോ ആർക്കെങ്കിലും? അഭിനയിക്കാം. പക്ഷെ ഇതുപോലെ നമുക്ക് സത്യസന്ധമായി ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ ഇതുപോലത്തെ അവസരങ്ങളിൽ നമ്മുടെ സ്വഭാവം വെളിവരുത്തുള്ളൂ. നമ്മൾ അഭിനയിക്കുകയാണെങ്കിൽ ഇതുപോലെ സമയത്ത് നമ്മൾ അഭിനയിക്കാനൊന്നും പറ്റില്ല. കൃഷ്ണൻ ഇവിടെ അഭിനയിച്ചതൊന്നുമല്ല. യഥാർത്ഥത്തിൽ അദ്ദേഹം ശാന്തൻ സമാധാനപ്രിയൻ ആയതുകൊണ്ടാണ് ഭൃഗു മഹർഷി ചവിട്ടിയപ്പോ അയ്യോ അങ്ങയുടെ പാദം വേദനിച്ചു എന്ന് ചോദിച്ചത്, കേട്ടോ. അത് അഭിനയിച്ചതല്ല, കേട്ടോ. നമ്മൾ അഭിനയിക്കാൻ പോലും നമുക്ക് ഈ അവസരത്തിൽ നമുക്ക് പറ്റത്തില്ല. കൃഷ്ണൻ അഭിനയിച്ചതല്ല, സത്യസന്ധമായി അദ്ദേഹം പ്രതികരിച്ചതാണ്. ഇവിടെ ഏറ്റവും ശാന്തന് സമാധാനപ്രിയനാണ് അദ്ദേഹം. യശോദാദേവി പാല് കൊടുക്കാൻ 1 സെക്കൻഡ് ലേറ്റ് ആയപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വരികയും അവിടെയുള്ള പോട്ട്സ് അത് ഇതെല്ലാം ആടിച്ച് പൊട്ടിച്ച് വേണ്ട ബഹളം ചെയ്തു. കേൾക്കുന്നുണ്ടോ? അതെന്തുകൊണ്ട്? എന്താ? ഭഗവാൻ സ്വയം നടക്കാൻ പറ്റത്തില്ല. ദേവി 1 മിനിറ്റിനകത്ത് തിരിച്ചു വരികയും ചെയ്തു. ഇതിനകത്തൊക്കെ ഓരോരോ ഗുണപാഠങ്ങളുണ്ട്, നമ്മളത് ചർച്ച ചെയ്തു, കേട്ടോ. അടുത്തത് 5ാമത്തെ പോയിന്റ്, ടൈം പേഴ്സണിഫൈഡ് ഫീൽസ് ഫിയർ. ഭഗവാൻ കൃഷ്ണൻ എന്ന് പറയുന്നത് ഞാൻ കാലമാകും. ആരാണ്? ഈ ലോകത്തിലെ എല്ലാവരെയും നശിപ്പിക്കും. ലോകത്തിലെ സർവം കാലം ഹരിച്ചാവഹേ. അതെല്ലാം ഭഗവാൻ കാലരൂപേണ വന്ന് എടുത്തുകൊണ്ടു പോകും. ശരിയാണോ? 5 വർഷം പ്രധാനമന്ത്രിയായിട്ടിരിക്കുക, 5 വർഷം കഴിഞ്ഞ്, അല്ലേ? 5 വർഷം കഴിഞ്ഞ് പോകും. ഞാൻ ഇവിടുത്തെ എന്നേക്കുമായെന്ന് പറയാൻ പറ്റുമോ? ഏത് പോസ്റ്റാണ് നമുക്ക് ഇരുന്നോട്ടെ, ഏത് സൗഭാഗ്യമായിക്കോട്ടെ, ഒരു സമയം കഴിയുമ്പോൾ നമുക്ക് അതിന്ന് എല്ലാം പോകും. നമ്മുടെ ഈ ശരീരത്തിൽ നമ്മളുണ്ട് എത്ര കാലം? ഏറിയാൽ 100 വർഷം, 120, 150 വർഷത്തിന് ശേഷം ഈ ശരീരത്തിൽ ഇരിക്കാൻ പറ്റുമോ? സർവം കാലം ഹരിച്ച ഈ ചന്തം, ഈ അഴക്, ഈ സൗഭാഗ്യം, ഈ സ്വത്ത്, ഇതിന്റെ ഓണർ ഞാനാണ്. നമ്മുടെ വീട്ടിലെ പ്രമാണം, അതിൽ നമ്മുടെ പേര് ചിലപ്പോൾ എഴുതിയിരിക്കും, നമ്മൾ കരമടയ്ക്കും, അല്ലെ? നമ്മുടെ പേരില്. പക്ഷെ 150 വർഷങ്ങൾക്ക് മുമ്പ് അത് ആരുടെ പേരിലായിരുന്നു? നമ്മുടെ പേരിലായിരുന്നു. ഇനി ഒരു 150 വർഷം കഴിഞ്ഞാൽ അത് ആരുടെ പേരിൽ കരമടയ്ക്കാൻ പോകുന്നു? നമ്മുടെ പേരിലാണോ? അല്ല. സർവം കാലം ഹരിച്ചാമക. സർവവും എടുത്തുകൊണ്ട് പോകുന്ന കാലമാകുന്നു ഞാൻ. ഭഗവാൻ പറയുന്നു, ടൈം പേഴ്സണിഫൈഡ് ആണ് ഞാൻ ഈ ലോകത്തിലെ എല്ലാരെയും ഭയപ്പെടുത്തുന്ന കാലമാണ് ഞാൻ. ഭഗവാനെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഭഗവാനിൽ നമുക്ക് വിശ്വാസം വന്നില്ല എങ്കിൽ ഭഗവാൻ നമുക്ക് ദർശനം നൽകും. അപ്പൊ നമുക്ക് ഭഗവാന്റെ വിശ്വാസം വരും. അങ്ങനെ ഭഗവാനിൽ വിശ്വസിക്കാത്തവർക്ക് ദർശനം നൽകാൻ ഭഗവാൻ ആരുടെ രൂപം സ്വീകരിക്കും? മൃത്യുരൂപം സ്വീകരിച്ച് കാലത്തിന്റെ സ്വാധീനത്തിൽ നമ്മുടെ പിന്നിൽ ചാടി വന്ന് നിന്ന് തരും. അപ്പൊ നമ്മൾ ആരെ വിശ്വസിച്ചേ പറ്റൂ? ഭഗവാനെ വിശ്വസിച്ചേ പറ്റൂ. അപ്പൊ കാലമാകുന്നു ഞാൻ. അങ്ങനെയാകുന്ന കാലം, എല്ലാരെയും ഭയപ്പെടുത്തുന്ന കാലം. കാലം പേടിപ്പിക്കാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ? ദേവാസുര യുദ്ധം നടക്കുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ സമയം മോശമാണ്, ഇപ്പൊ നമ്മൾ അറ്റാക്ക് ചെയ്യണ്ട, അല്ലെ? അപ്പൊ സമയം ഒരേപോലെ അസുരന്മാരെയും ബാധിക്കും, അതേപോലെ ദേവന്മാരെയും ബാധിക്കും, നമ്മളെല്ലാരെയും ബാധിക്കും. കാലത്തിന് എല്ലാവർക്കും പേടിയാണ്. അത് ഭഗവാന്റെ ഒരു ടൂളാണ്. മനുഷ്യരെ അടി കൊടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ലോകത്തിലെ ബദ്ധജീവന്മാരെ അടി കൊടുക്കാൻ വേണ്ടി ഭഗവാൻ വെച്ചിരിക്കുന്ന ഒരു വെപ്പണിന്റെ പേരാണ്, ഒരു ബോംബാണ് കാലം.
അപ്പൊ ആ കാലം തന്നെ വ്യക്തി സ്വരൂപം പൂണ്ട് ഭഗവാന്റെ അണ്ടറിൽ പണിയെടുക്കുകയാണ്. അങ്ങനെയുള്ള കാലം ലോകത്തിൽ എല്ലാരെയും പേടിപ്പിക്കുന്നു. എന്നാൽ ആ കാലം സ്വയം ഭഗവാനാണെന്ന് ഭഗവാൻ പറഞ്ഞിട്ട് കാല ലോകത്തിൽ എല്ലാവരെയും പേടിപ്പിക്കും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഭഗവാനെ പേടിപ്പിക്കാൻ ലോകത്ത് ആരുമില്ല. എന്നാൽ അങ്ങനെയുള്ള ഭഗവാൻ ഇപ്പൊ ആരെ പേടിക്കുന്നു? യശോദാദേവിയുടെ കയ്യിലുള്ള കമ്പിനെ പേടിക്കുന്നു. യശോദാദേവി ഇപ്പൊ അടുത്തൊരു അയ്യോ എന്നെ അടിക്കല്ലേ എന്ന് പറഞ്ഞ് ഭയപ്പെടുന്നു. ഈ കോൺട്രാഡിക്ഷൻ ദാമോദര ലീലയിൽ മാത്രമേ കാണാൻ പറ്റൂ. അത് നമ്മൾ മനസ്സിലാക്കും. അപ്പോ ഈ പറഞ്ഞ മന്യ ദ്യോകാലം ഈശാന മനാദീദിനം വിഭം സമം ചരന്തം സർവത്ര ഒരു അതെ മന്യ ത്വംകാലം ഈശാന മനാദീദിനം വിഭം സമം ചരന്തം സർവത്ര ഭൂതാനാം യാൻ വിദഹ കലി. അങ്ങ് ആദിയും അനന്തവുമില്ലാത്ത കാലസ്വരൂപനായ ജഗത് നിയന്താവും ജഗൽ പ്രഭു ആണെന്ന് ഞാൻ കരുതുന്നു. കുന്തിദേവി പറയുകയാണ്. ആ നിലയിൽ അങ്ങ് എല്ലാവർക്കും സമനനാണ്. കാലം തന്നെയാണ് ജീവികൾക്ക് തമ്മിൽ കലഹത്തിന് കാരണം. അങ്ങനെയുള്ള കാലം തന്നെ ഭഗവാനെ പേടിച്ചാണ് ജീവിക്കുന്നത്. അങ്ങനെയുള്ള ഭഗവാൻ ഇവിടെ ആരെ പേടിക്കുന്നു? അതാ. ഇനി വേറൊരു കാര്യം കൂടെ പറയാം. ഈ ലോകത്തില് എല്ലാവരും ഭയപ്പെട്ടാണ് ജീവിക്കുന്നത് കേട്ടോ. അതൊരു അദ്ഭുതമായ ഒരു കാര്യം. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഒരു ചെറിയ ഒരു പക്ഷി വലിയ പക്ഷി വരുമ്പോ അത് പേടിച്ച് പറന്നു പൊക്കളെ. കാരണം എന്ത്? ചെറിയ പക്ഷിക്ക് വലിയ പക്ഷിയെ പേടിയാണ് ആണല്ലോ. അതേപോലെ വലിയ പക്ഷി അതിനേക്കാൾ വലിയ പക്ഷി വരുമ്പോ അത് പേടിച്ച് അത് പറന്നു പൊക്കളെ അല്ലെ, പേടിച്ച്. അതേപോലെ ടൈഗർ, മറ്റു ചെറിയ ജീവികൾ കുറച്ചുകൂടി വലിയ ജീവി വരുമ്പോ അത് പേടിച്ച് മാറും. കുറച്ചുകൂടി വലിയ ജീവി ആണെങ്കിൽ കൂടി അവിടെ പേടിച്ച് മാറും ആണല്ലോ. അതേപോലെ ഒന്ന് മറ്റൊന്നിനെ പേടിച്ചാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ ലോകത്തിലെ ഏഴ് ജന്തുക്കൾ മറ്റൊരു വലിയ ഏഴ് ജന്തുവിനെ പേടിച്ച് പക്ഷികൾ മറ്റു പക്ഷികളെയും മൃഗങ്ങളെയും പേടിച്ച് ജീവിക്കുന്നു. മൃഗങ്ങളും അതിനേക്കാൾ ഉപരിയുള്ള ജീവികളെ കാണുമ്പോൾ പേടിക്കുന്നു. അതേപോലെ അതിന്റെ അടുത്തത് മനുഷ്യന്മാർ പരസ്പരം പേടിച്ച് ജീവിക്കുന്നു. ഒരു പവർഫുൾ രാജ്യം അതിനേക്കാളും പവർഫുൾ ആയിട്ടുള്ള രാജ്യത്തിനെ ആലോചിച്ച് പേടിച്ച് ആണല്ലോ അല്ലെ. ദേവന്മാർ അസുരന്മാരെ പേടിച്ച് ജീവിക്കുന്നു, അസുരന്മാര് ദേവന്മാരെ പേടിച്ച് ജീവിക്കുന്നു ആണല്ലോ. അങ്ങനെ നോക്കുമ്പോ ഈ സമസ്ത ലോകങ്ങളെയും പേടിപ്പിക്കുന്ന അദ്ദേഹത്തിന് ഭഗവാൻ ഒരു പേര് കൊടുത്തിട്ടുണ്ട്. എന്താണ്? അത് ഭഗവാൻ അതായത് ഭയപുരുഷൻ. ഏതാ? ഭയപുരുഷൻ. ഭൂമി ദേവിയല്ലേ, ഭൂമിക്ക് ഒരു രൂപമുണ്ട്. ഭൂമി എന്നുള്ള ഭൂമിയും അതേ ദേവിയുടെ ആണ്. പേഴ്സണൽ ഭൂമാദേവി എന്ന് പറഞ്ഞൊരു ആളുണ്ട് അല്ലെ. അതേപോലെ സൂര്യൻ ഗ്രഹവുമാണ്, സൂര്യദേവനും ഉണ്ട് അല്ലെ. എന്നതുപോലെ ഭയപുരുഷനുണ്ട്, ഭയപുരുഷൻ. ആ ഭയപുരുഷൻ പോലും പേടിച്ചു പോകും ആരെ കണ്ട. നേരത്തെ ഒരു പറവയുടെ അടുത്ത് വലിയ പറവ വന്ന ആ ചെറിയ ഓടിപ്പൊക്കളയല്ലോ. അതേപോലെ ഭയപുരുഷൻ, ഈ ലോകത്തിലെ സകലരെയും ഭയപ്പെടുത്തുന്ന ഭയപുരുഷൻ പോലും കൃഷ്ണൻ വരുമ്പോ പേടിച്ചോടിക്കണം. അങ്ങനെയുള്ള കൃഷ്ണൻ ഇവിടെ ആരെ പേടിക്കുന്നു? യശോദാദേവിയെ പേടിക്കുന്നു. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കും? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അതാണ്. അപ്പൊ ഫാസ്റ്റസ്റ്റ് അടുത്ത്. അതേപോലെ നമുക്ക് 4 തരം. ശ്രീ ഗോവിന്ദ കി ജയ്. അതേപോലെ നമുക്ക് ആഹാരം, നിദ്ര, ഭയമൈഥുന്യം. ഈ ഭൗതിക ലോകത്തിലെ ബദ്ധ ജീവാത്മാക്കളെല്ലാം ഈ 4 കാര്യത്തിൽ കണക്റ്റഡ് ആണ്. ഏതാണ്? ആഹാരം വേണോ വേണ്ടേ? ആഹാരം. നിദ്ര, ഉറക്കം വേണോ വേണ്ടേ? വേണം. നിദ്ര. ഭയം, മൈഥുനം, ഓപ്പോസിറ്റ് സെക്സിന്റെ ആകർഷണം. ആഹാരം, നിദ്ര, ഭയം, മൈഥുനം ഈ ബദ്ധ ജീവാത്മാവിന്റെ സ്വഭാവമാണെന്നിരിക്കെ ഈ 4 എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അഫക്ട് ചെയ്യുന്നത് ഏതാണെന്ന് അറിയാമോ? ആഹാരം 1-2 ദിവസം ഇല്ലെങ്കിൽ നമ്മൾ ജീവിക്കും, ശരിയല്ലേ? ഒരു പ്രാവശ്യം ആഹാരം കഴിച്ചാൽ നമുക്ക് ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചാൽ പിന്നെ രാത്രി വരെ നമുക്ക് പിന്നെ വിശക്കത്തില്ല അല്ലെ. അപ്പൊ അതിന് കുറച്ച് ടൈം ഗ്യാപ്പ് കിട്ടും. ആഹാരം. ഉറക്കം നല്ലവണ്ണം ഒരു 6 മണിക്കൂർ ഉറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരു 18 മണിക്കൂർ ഉറങ്ങണമെന്നില്ല. ആ സമയത്ത് നമ്മൾ എന്തിനെ തേച്ചിരിക്കുന്നു? ഉറക്കത്തിനെ നമ്മൾ തേച്ചിരിക്കുക. അതുപോലെ ഓപ്പോസിറ്റ് സെക്സിന്റെ ആകർഷണം ആവശ്യം കഴിഞ്ഞാൽ കുറെ നേരത്തേക്ക് നമുക്ക് വേണ്ട.
അപ്പൊ അത് നമുക്ക് പെട്ടെന്ന് ത്യജിക്കാൻ പറ്റും. 3. എന്നാൽ 24 hours നമ്മളെ ഉപദ്രവിക്കുന്ന ഒരു വികാരം ഉണ്ടെങ്കിൽ അത് ഏതെന്ന് ചോദിച്ചാൽ ഭയം. ഇപ്പൊ ഒരു യുദ്ധം വന്നെന്ന് വെച്ചോ, ഇന്ത്യ പാകിസ്ഥാൻ വാർ നടന്നു വെച്ചോ, മേളിലൂടെയൊക്കെ എന്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നു? യുദ്ധ 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 പ്ലെയിൻ പൊയ്ക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഹാപ്പിയാണോ? ഹാപ്പിയാണോ? എപ്പോഴാണ് ഇത് എന്റെ പണ്ടേക്ക് വേണമെന്ന് പേടിച്ച് നമ്മൾ വരണ്ടിരിക്കും അല്ലെ? അതേപോലെ എന്ത് കാര്യവും എങ്ങനെയാണ് നമുക്ക് ഒരു തരത്തിന് മറ്റൊരു തരത്തിൽ ഭയം എപ്പോഴും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവും. ഉദാഹരണത്തിന് നമ്മൾ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നു, എഴുതുന്ന ആള് ഹാപ്പി ആണെന്ന് ചോദിച്ചാൽ അല്ല. 3 മണിക്കൂർ സമയമുള്ളൂ. എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? ഇത്രയും ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് ഇത്ര എഴുതി തീർത്തില്ലെങ്കിൽ ഞാൻ പരീക്ഷയ്ക്ക് തോറ്റു പോകും. ഭയപ്പെടാൻ തുടങ്ങി അല്ലെ? ഭയപ്പെടാൻ തുടങ്ങി. ഭയം ഇങ്ങനെ വരികയാണ്. അപ്പോ ആ ടീച്ചറിനെ കാണുമ്പോൾ എല്ലാം വെപ്രാളപ്പെട്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും. അയ്യോ ഇനിയുണ്ട്. അപ്പൊ ആ ഭയം എന്നുള്ള വികാരം ആ പരീക്ഷ തുടക്കം മുതൽ അവസാനത്തെ ക്വസ്റ്റ്യൻ എഴുതി വരെയും നമ്മളെ ഭയം പിന്തുടർന്നുകൊണ്ടിരിക്കുക അല്ലെ? അതേപോലെ ഭൗതിക ലോകത്തില് നമുക്ക് നല്ല ജോലി കിട്ടിയാലും നല്ല ജോലി കിട്ടിയില്ലെങ്കിലും, നമുക്ക് യുവത്വം ഉണ്ടാലും യുവത്വം ഇല്ലെങ്കിലും, നമുക്ക് എന്തുണ്ടെങ്കിലും നമ്മളെ ഒരു വികാരം പിന്തുടർന്നുകൊണ്ടേയിരിക്കും. ഏത് വികാരം അറിയാമോ? ഉള്ളത് നഷ്ടപ്പെടുമോ എന്നുള്ള വികാരം. ഉള്ളത് നഷ്ടപ്പെട്ടു പൊക്കളയോ എന്നുള്ള വികാരം. ഇപ്പൊ ഞാൻ ഭാര്യ മക്കള് എല്ലാവരും ഒരുമിച്ചിരിക്കുന്നു. ഇതില് ആര് എപ്പോ മരിക്കുന്ന ആർക്കറിയാം? അച്ഛൻ അമ്മയായിട്ട് മക്കളായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. അച്ഛൻ അമ്മ എപ്പോ മരിക്കുന്ന ആർക്കറിയാം? മക്കളെപ്പോ മരിക്കുന്ന ആർക്കറിയാം? അപ്പൊ ഉണ്ട് നമ്മുടെ കൂടെ. പക്ഷെ അത് എപ്പോ നഷ്ടപ്പെടുന്ന ആർക്കറിയാം? അതുപോലെ ജോലി ഇപ്പൊ ഉണ്ട്, എപ്പോ വേണോ ആ ജോലി നമ്മളെ പറഞ്ഞു വിടാം അല്ലെ? ഇപ്പൊ നല്ല ശമ്പളം ഉണ്ട്, എപ്പോ വേണോ ജോലി എന്ന് പറഞ്ഞു വിട്ടാൽ ശമ്പളം 0. അപ്പൊ ആ ഭയം എപ്പോഴും നമ്മള് ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മുടെ ആഹാരം, നിദ്ര, ഭയം, ഐതുനത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപദ്രവിക്കുന്ന ഒരു വികാരം ഏതെന്ന് ചോദിച്ചാൽ ഭയമാണ്. ആ ഭയം 24 hours ആൾക്കാരുടെ കൂടെ ഉണ്ടാവും. അങ്ങനെയുള്ള ഭയപുരുഷൻ പോലും ആരെ കണ്ടാ പേടിക്കുന്നുണ്ട്? കൃഷ്ണനെ കണ്ടാ പേടിക്കുന്നുണ്ട്. ആ കൃഷ്ണൻ ആരെ കണ്ടപ്പോ പേടിച്ചിരിക്കുകയാണ്? അതെന്താണ്? ആ ലീലയിൽ നിന്ന് എന്ത് ഗുണപാഠമാണ് കൃഷ്ണൻ നമുക്ക് തരുന്നത്? ഇവിടെ മരം വീണപ്പോ പിന്നെ കുറെ ദിവസം ഇവിടെ ആരും വന്നില്ല. മറ്റൊരു മരം വീണാലോ എന്ന് പേടിച്ചു. ബാക്ക് സൈഡ് ഇപ്പോഴും ആളിരിക്കുന്നില്ല. കാരണം ബാക്ക് സൈഡിലാണ് മരം വീണത്. അതിനിപ്പോ ബാക്കിൽ ആരും ഇരിക്കുന്നില്ല. ഭയം. അപ്പൊ ഭയത്തിലുള്ള വികാരത്തിന് അല്ലെ നമ്മളെ നല്ല രീതിയിൽ നയിക്കാൻ കഴിയുന്നുണ്ട്. ശരി, അടുത്ത. അപ്പോ ഭയചകിതനായ ഭയപുരുഷൻ പോലും ഭയപ്പെടുന്നത് കൃഷ്ണനാണെന്നിരിക്കെ കൃഷ്ണൻ യശോദാദേവിയുടെ ആ സ്റ്റിക്കിനെ ഭയപ്പെടുന്നു. അതിൽ നിന്ന് എന്ത് ലീലയാണ് കൃഷ്ണൻ നമുക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്? അതെ, 6ാമത്തെ ഒരു കോൺട്രാഡിക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ദ ഫാസ്റ്റസ്റ്റ് ഗെറ്റ് കാട്ട്. ഈ ലോകത്തില് ഭഗവാന്റെ കൂടെ ഒപ്പം ഓടിയെത്താൻ ആർക്കെങ്കിലും പറ്റുമോ? ഓട്ടിച്ചിട്ട് പിടിക്കാൻ പറ്റുമോ കൃഷ്ണനെ? പറ്റില്ല. എന്നാ ഇവിടെ പിടിക്കപ്പെട്ടിരിക്കുന്നു. ആര് പിടിക്കപ്പെട്ടിരിക്കുന്നു? ദാമോദര ലീലയിൽ കൃഷ്ണൻ പിടിക്കപ്പെട്ടിരിക്കുന്നു. യോഗ്യവരന്മാർ കോടാനുകോടി ജന്മങ്ങൾ തപസ് ചെയ്തിട്ട് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഭഗവാന്റെ പാദത്തിൽ. ശരിയല്ലേ? അങ്ങനെ ആർക്കും ഉറപ്പായി പിടിക്കണമെന്നില്ല. ഭഗവാൻ പിടികൊടുത്താലേ പിടിക്കാൻ പറ്റും. ഇവിടെ ലോകത്തില് ആർക്കും ഓടിയെത്താൻ പറ്റാത്ത കൃഷ്ണന്റെ കൂടെ ഓടി ആരെത്തിയിരിക്കുന്നു? യശോദദേവി ഓടിയെത്തിയിരിക്കുന്നു. ഓട്ടിച്ചിട്ട് ഓടിയെത്തിയാലും പിടിക്കാൻ പറ്റൂല. എന്നാൽ ഇവിടെ പിടിക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് ആ ലീലയിലൂടെ കൃഷ്ണൻ നമുക്ക് നൽകുന്ന ഉപദേശം? അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ശ്ലോകങ്ങളും കഥകളൊക്കെ നന്നായി പറയാൻ പറ്റും. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് അതൊക്കെ ഓട്ടിച്ചു പോകുന്നു. അതേപോലെ തന്നെ ഭഗവാന്റെ അടുത്ത ലീല എന്ന് പറയുന്നത് കണ്ടൻസ്ഡ് ബ്ലസ് ക്രൈസ്. ഭഗവാൻ എന്ന് പറഞ്ഞ ആരെന്ന് ചോദിച്ചാൽ നമുക്ക് ഉടനെ ആൻസർ പറയാൻ എന്താണ്? ഭഗവാൻ ബ്ലിസ് എന്ന് പറഞ്ഞ ആനന്ദം. ഭഗവാന് എന്ത് ഭഗവാനും സംബന്ധിക്കുന്ന വിഷയത്തിൽ എന്ത് നിറഞ്ഞിരിക്കുന്നു? ബ്ലിസ് എന്ന് പറഞ്ഞാൽ ആനന്ദം. ആനന്ദം ബുദ്ധിവർദ്ധനം പ്രതിപദം പൂർണ്ണാമൃതാസ്വാദനം എന്നാണ് പറയുന്നത്. ഭഗവാന്റെ കാര്യങ്ങളെല്ലാം ഓരോ പ്രാവശ്യം ഓരോ കാലവെപ്പിലും ഓരോ ചുവടുവെപ്പിലും ആനന്ദം നേരത്തെ ഉള്ളതിനേക്കാളും കൂടി വരും. ആലോചിച്ച് നോക്കണം. കൊക്കക്കോല എന്ന് പറയുമ്പോൾ ബോറടിച്ച് നമ്മൾ മരിച്ചു പോകും. എന്നാൽ ഹരേ കൃഷ്ണ എത്ര കാലം കൊണ്ട് നമ്മൾ ജപിക്കുന്നു, നമുക്ക് ബോറടിക്കുന്നില്ലല്ലോ. ഇന്നലെ ജപിച്ചിട്ട് വച്ചതേ ഉള്ളൂ, ഇന്ന് രാവിലെ വെച്ച് വീണ്ടും വിളിക്കുന്നു അതേ നാമം. എത്രയോ കാലം വിളിച്ചുകൊണ്ടേയിരിക്കുന്നു കൃഷ്ണനെ കൊണ്ട് അല്ലെ? കൃഷ്ണന്റെ നാമം വിളിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് നമുക്ക് എന്തുകൊണ്ടോ ബോറടിക്കുന്നില്ല. സമ്മതിക്കും. അങ്ങനെയുള്ള ഈ കൃഷ്ണൻ അല്ലെ, ഭഗവാൻ എന്ന് പറയുമ്പോ തന്നെ ആനന്ദ സംഭരണി എന്നാണ് പറയുന്നത്. എന്താ ആനന്ദ സംഭരണി? ആനന്ദം നിറച്ചു വെച്ച സ്ഥലം. എന്താ? മധുരം
മധുരം ഇവിടെ ക്ലാസ് അടിച്ചിട്ടുണ്ട്. എന്താ മധുരം മധുരം ഹസിതം മധുരം അല്ലെ? നല്ല മനോഹരമായ പാട്ട്. പാടേണ്ട ആൾക്കാർ പാടണം. ഞാൻ പഠിയാതെ അത്ര മധുരിക്കൂല. നല്ല അടിപൊളി മധുരം മധുരം എന്നുള്ള ആ പാട്ട് മൊത്തം കൃഷ്ണനെ ആനന്ദ സംഭരണിയാണെന്നാണ് ആ മൊത്തം പാട്ടിലൂടെ പറഞ്ഞത്. അങ്ങനെ മധുരിക്കുന്ന കൃഷ്ണൻ കേട്ടോ, പൂർണ്ണമായും മധുരം മാത്രം പ്രദാനം ചെയ്യുന്ന ആനന്ദ സംഭരണിയായ ഭഗവാൻ, മറ്റുള്ളവർക്ക് പോലെ ആനന്ദം കൊടുക്കുന്ന ഭഗവാൻ ഇവിടെ വിഷമിച്ച് കരയുന്നു. കരയുന്നത് എന്തിനാ? ആനന്ദം വരാത്തോണ്ടല്ലേ ആൾക്കാർ കരയുന്നത്. ആനന്ദിച്ചിരിക്കുമ്പോ ആരെങ്കിലും കരയോ? ആനന്ദിച്ചിരിക്കുമ്പോ ആരെങ്കിലും കരയോ? ആനന്ദ കണ്ണീരുണ്ടല്ലോ അല്ലെ? സമ്മതിക്കുന്നു. പക്ഷെ പൊതുവെ ആനന്ദം വരുമ്പോ എല്ലാവരും ചിരിച്ച് സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ആനന്ദ സംഭരണിയായ ഭഗവാൻ ഇവിടെ കരയുന്നു. എന്താണ് അതിന് കാരണം? എങ്ങനെയാണ് കരയുന്നത്? ആര് പിടിച്ചു കളഞ്ഞു? യശോദാദേവി പിടിച്ചു കളഞ്ഞു. ഇതിപ്പോ കെട്ടിയിടാൻ പോവുകയാണ്. ഉടനെ കൃഷ്ണൻ കരയാണ്. കണ്ണിലുള്ള എല്ലാ കളറെല്ലാം ഇങ്ങനെ ഒലിച്ച് കരയാൻ തുടങ്ങുകയാണ്. അപ്പൊ ഈ ലോകത്തിൽ ആനന്ദം പ്രദാനം ചെയ്യുന്ന കൃഷ്ണന് ആനന്ദമില്ലാതെ കരയേണ്ടി വന്നത് എന്തുകൊണ്ട്? അത് ദാമോദര ലീലയിൽ മാത്രമേ കാണാൻ പറ്റൂ. വേറെ ഒരിടത്തും കൃഷ്ണൻ ഇങ്ങനെ കരഞ്ഞതായിട്ട് നമ്മൾ ഒരിടത്തും കണ്ടിട്ടില്ല അല്ലെ? അപ്പൊ ഈ എന്തുകൊണ്ട് കൃഷ്ണൻ ഇങ്ങനെ കരയും? സാധാരണ കുട്ടിയെ പോലെ പരമസത്യം ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്തുകൊണ്ട് കരയുന്നു? ഇതൊരു ക്വസ്റ്റ്യനാണ്. അടുത്തത്, the object of prayers gets scolded. ശ്രീമദ് ഭാഗവതത്തില് മൊത്തം object of prayer gets scolded എന്ന് വെച്ചാല് ഈ ലോകത്തില് എല്ലാവരും പ്രാർത്ഥിക്കുന്നത് ആരെയാണെന്ന് അറിയാമോ? കൃഷ്ണനെയാണ് പ്രാർത്ഥിക്കുന്നത്. ആരൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്? 33 കോടി ദേവന്മാരും ആരെയാണ് പുകഴ്ത്തി പാടുന്നത്? കൃഷ്ണനെയാണ് പുകഴ്ത്തി പാടുന്നത്. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാര് പോലും ആരെയാണ് പുകഴ്ത്തി പാടുന്നത്? കൃഷ്ണനെയാണ് പുകഴ്ത്തി പാടുന്നത്. ശ്രീമദ് ഭാഗവതം മുഴുവനും, ശ്രീമദ് ഭാഗവത പുരാണം മുഴുവനും ഏകദേശം 113 പ്രയറുകളുണ്ട്, പ്രാർത്ഥനകളുണ്ട്. ഈ ഓരോ പ്രാർത്ഥനകളിലും ഭഗവാനെയാണ് പുകഴ്ത്തി പറയുന്നത്. പ്രയർ എന്ന് പറഞ്ഞാൽ ഭഗവാൻ പ്രാർത്ഥിക്കുക, പുകഴ്ത്തി പറയുക, ഗ്ലോറിഫൈ ചെയ്യുക കേട്ടോ. ഇത് ഇത്രയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ശ്രീമദ് ഭാഗവതം മുഴുവനും നമുക്ക് കാണാം. ഫസ്റ്റ് കാൻഡോയില് സുഖദേവ ഗോസ്വാമി പ്രയർ ഉണ്ട്, അർജുന പ്രയർ ഉണ്ട്, കുന്തിമാതായുടെ പ്രയർ ഉണ്ട്, ഭീഷ്മദേവന്റെ പ്രയർ ഉണ്ട്, വുമൻസ് ഓഫ് ഹസ്തിനാപുരയിലുള്ള പ്രയർ ഉണ്ട്, സിറ്റിസൺസ് ഓഫ് ദ്വാരകയുടെ പ്രയർ ഉണ്ട്. രണ്ടാമത്തെ കാൻഡോ നോക്കുമ്പോൾ സുഖദേവ ഗോസ്വാമിയുടെ പ്രയർ ഉണ്ട്. മൂന്നാമത്തെ കാൻഡോ നോക്കുമ്പോൾ ഡെബിഗോഡിന്റെ പ്രയർ ഉണ്ട്, ലോർഡ് ബ്രഹ്മാവിയുടെ പ്രയർ ഉണ്ട്, ഋഷിമാരുടെ പ്രയർ ഉണ്ട്, സനകഋഷിമാരുടെ പ്രയർ ഉണ്ട്, അംബരീഷ് മഹർഷിന്റെ പ്രയർ ഉണ്ട്. ഇത് തന്നെ ഒരുപാടുണ്ട്. ഇത്രയും പേരും പുകഴ്ത്തി പറഞ്ഞ കൃഷ്ണൻ, കേൾക്കുന്നുണ്ടോ? ഇത്രയും പേരും പുകഴ്ത്തി പറഞ്ഞ കൃഷ്ണൻ പറഞ്ഞു. ബാക്കിലുള്ള ഡിവോട്ടീസ് എല്ലാം ഫ്രണ്ടിലോട്ട് വരിക. കാരണം അവിടെ പ്രസാദം ഡിസ്ട്രിബ്യൂഷന്റെ സെറ്റപ്പ് നടക്കുകയാണ്. അനൗൺസ് ചെയ്യാൻ പറ്റും. എല്ലാവരും ഫ്രണ്ടിലോട്ട് പ്ലീസ്. അപ്പൊ ഇത്രയും പേരും പുകഴ്ത്തി പറയുന്ന കൃഷ്ണനെ ഇവിടെ ആര് താഴ്ത്തി പറയുന്നു? യശോദാദേവി താഴ്ത്തി പറയുന്നു. ലോകത്തിലെ 33 ദേവന്മാരും ഋഷിമാരും വലിയ വലിയ ആൾക്കാരും ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ പോലും കൃഷ്ണനെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞിട്ടേ ഉള്ളൂ. എന്നാൽ ഇവിടെ യശോദ എന്താണ് പറയുന്നത്? നീ കള്ളനാണ്. പുകഴ്ത്തി പറയുന്ന പറയുമ്പോ കള്ളാന്ന് വിളിച്ച് ആരെയും പുകഴ്ത്തി പറയാം? ഇല്ല. ഇവിടെ പച്ചയ്ക്ക് ചീത്ത വിളിക്കുകയാണ്. ആരെ? കൃഷ്ണനെ. ലോകം മുഴുവൻ പുകഴ്ത്തി പറഞ്ഞ കൃഷ്ണനെ യശോദാദേവി ചീത്ത പറയുകയാണ്. നീ കള്ളനാണ്. നീ ആരുടെ കൂടെ കൂടിയിരിക്കുന്നു? കുരങ്ങിന്റെ കൂടെ കൂടി. നീയും കുരങ്ങിനെ പോലെയാണ് ബിഹേവ് ചെയ്യുന്നത്. നിന്നെ കണ്ടാതിന് ആരെ പോലെ ഉണ്ട്? കുരങ്ങുകളെ പോലെയുണ്ട്. ആരെ? അപ്പൊ ഇങ്ങനെ വളരെ മോശമായി ക്രിറ്റിസിസം ചെയ്യുകയാണ് കൃഷ്ണനെ. എന്നാൽ ഈ ലോകത്തിലെ എല്ലാവരും കൃഷ്ണനെ പുകഴ്ത്തി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് ഈ ലീലയിൽ കൃഷ്ണനെ ഇങ്ങനെ താറടിച്ച് കാണിക്കേണ്ടി വന്നിരിക്കുന്നത്? കോൺട്രാഡിക്ഷൻ അല്ലേ? അതാണ് മറ്റൊരു കോൺട്രാഡിക്ഷൻ. അടുത്തത്, ദ സുപ്രീം ജഡ്ജ് അവൈറ്റ്സ് ജഡ്ജ്മെന്റ്. ഈ ലോകത്തില് എല്ലാവർക്കും ജഡ്ജ്മെന്റ് നൽകുന്ന വ്യക്തി. നമ്മുടെ ഭാവി എന്തായിക്കോട്ടെ, അടുത്ത ജന്മം നീ പൂച്ചയായി പോട്ടെ, അടുത്ത ജന്മം നീ ഒരു മൃഗമായി പോട്ടെ, അടുത്ത ജന്മം നീ ദേവനായിട്ട് പോട്ടെ എന്നൊക്കെ നമ്മുടെ കാര്യത്തെ തീരുമാനങ്ങൾ എടുക്കുന്നത് ആരാണ്? ഭഗവാനാണ് അല്ലേ? കർമ്മണ ദേവനേത്രേണ. നമ്മുടെ അടുത്ത ജന്മം എങ്ങനെ ആയിരിക്കും? അത് നമ്മുടെ കർമ്മം അനുസരിച്ചും മാത്രമല്ല, ദൈവനേത്രേണ. അത് ദൈവം തീരുമാനിക്കും, കൃഷ്ണൻ തീരുമാനിക്കും. നമ്മൾ അടുത്ത ജന്മം എങ്ങനെ ജനിക്കണം, എവിടെ ജനിക്കണം, നമ്മുടെ അച്ഛന്റെ പേരെന്ത്, എല്ലാം ആര് തീരുമാനിക്കും? കൃഷ്ണൻ തീരുമാനിക്കും, ഭഗവാൻ തീരുമാനിക്കും. ഈ ലോകത്തെ എല്ലാവർക്കും ജഡ്ജ്മെന്റ് കൊടുക്കുന്നത് കൃഷ്ണനാണ്.
എന്നാൽ ആ കൃഷ്ണൻ ഇവിടെ ആരുടെ ജഡ്ജ്മെന്റ് വെയിറ്റ് ചെയ്യുന്നു? പിടിക്കപ്പെട്ടിരിക്കുകയാണ്. കള്ളം ചെയ്തതിന് പിടിക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി എന്ത് വെയിറ്റ് ചെയ്യാണ്? ആ ഇന്നാര് കുറ്റം ചെയ്തതായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ഇനി അടുത്ത എന്താണ്? കോടതിയില് ശിക്ഷ വിധിക്കാൻ നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ ശിക്ഷ വിധിക്കാൻ പോവുകയാണ്. അപ്പോ ആരിങ്ങനെ വരണ്ട് നിൽക്കുകയാണ്? എന്ത് ശിക്ഷയാണ് യശോദാദേവി തരാൻ പോണത്? ഇനി എന്ത് കിട്ടത്തില്ല? ഇനി പാൽ പ്രോഡക്ട്സ് നിനക്ക് കിട്ടത്തില്ല. ഇനി കുറെ ദിവസത്തേക്ക് പാലോ വെണ്ണയോ നിനക്കില്ല. അങ്ങനത്തെ ശിക്ഷയാണോ വരാൻ പോകുന്നത്? ഇനി നിങ്ങൾക്ക് ടോയ്സ്, ഇത്ര നേരം കളിപ്പാട്ടം തന്നുകൊണ്ടിരുന്നു, ഇനി കുറച്ച് ദിവസത്തേക്ക് കളിപ്പാട്ടം നിനക്കില്ല. അങ്ങനത്തെ ശിക്ഷയാണോ വരാൻ പോകുന്നത്? ആര് ചിന്തിക്കുകയാണ്? കൃഷ്ണൻ ഇങ്ങനെ ചിന്തിച്ച് വരണ്ടി നിൽക്കുക. അയ്യോ, എനിക്ക് എന്ത് ശിക്ഷയാണ് വരാൻ പോകുന്നത്? ഇനി നിന്നെ പിടിച്ച് കെട്ടിയിടാൻ പോവുകയാണോ? അയ്യോ, കെട്ടിയിടാൻ പോവുകയാണോ? എന്ത് ശിക്ഷയാണ് എനിക്ക് വരാൻ പോകുന്നതെന്ന് ഭയന്ന് വരണ്ട് കാത്തിരിക്കുകയാണ്. ശിക്ഷാർത്ഥയും ആലോചിച്ച് വരണ്ട് നിൽക്കുകയാണ് കൃഷ്ണൻ. ലോകത്തിൽ എല്ലാവർക്കും ശിക്ഷ കൊടുക്കുന്ന ഭഗവാൻ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ശിക്ഷ കാത്തിരിക്കേണ്ട അവസ്ഥയിൽ എന്തുകൊണ്ടെത്തി? എന്താണ് അതിന്റെ ആ കോൺട്രഡിക്ഷന് കാരണം? അത് ദാമോദര ലീലയിൽ നമുക്ക് കാണാം. അടുത്തത്, ആൾ പെർവാഡിങ് ഗെറ്റ്സ് ബൗണ്ട്. ആൾ പെർവാഡിങ് ഗെറ്റ്സ് ബൗണ്ട്. ലോകത്തിലെ മുക്തിദാതാവ്. എന്താ? ലോകത്തിലെ എല്ലാവർക്കും മുക്തി നൽകുന്ന ഒരേ ഒരാൾ മുകുന്ദൻ, മുക്തിദായകൻ മുകുന്ദൻ. ബ്രഹ്മാവിന്റെ പോയി വരം ചോദിച്ചു, എനിക്ക് മുക്തി വേണം. എനിക്കേ ഇല്ല. പിന്നെ ഇല്ല അല്ലെ? ശിവഭഗവാന്റെ അടുത്ത് ചോദിച്ചു, എനിക്ക് മുക്തി വേണം. എനിക്കേ ഇല്ല. എനിക്ക് എങ്ങനെ തരാൻ പറ്റും? എനിക്ക് തരാൻ പറ്റാത്ത ഒരു സംഭവമാണ്. മുക്തിദായകൻ ഒരാളെ ഉള്ളൂ ഈ ലോകത്ത്. ആര്? മുകുന്ദൻ. മുകുന്ദ മുരാരിക്ക് മാത്രമേ മുക്തി നൽകാൻ കഴിയത്തുള്ളൂ ആർക്കും. അതുകൊണ്ട് ഒരൊറ്റ ആളിനെ മുക്തി എന്നുള്ള ലെവലിൽ ആണ് ആഗ്രഹമെങ്കിൽ ആര് നിങ്ങൾ ശരണം പ്രാപിച്ചോണം? മുക്തിദായകൻ മുകുന്ദൻ. അങ്ങനെയുള്ള മുക്തിദായകൻ മുകുന്ദൻ മുക്തി തരുമ്പോ എന്താണ് നമുക്ക് തരുന്നത്? ഈ ഭൗതിക ലോകത്തിൽ നിന്ന് നമ്മളെ വിടുതൽ തരും, വേർപ്പെടുത്തി തരും, ബന്ധവിമുക്തനാക്കും. ഈ ഭൗതിക ലോകത്തിൽ നിന്ന് നമ്മളെ കർമ്മപാശത്തിൽ നിന്ന് നമ്മളെ ബന്ധമുക്തനാകും. നമ്മളെ ബൗണ്ട്, നമ്മളെ ചുരുളായി കിടക്കുന്ന ഭൗതിക ലോകത്തിലെ കർമ്മ ഫലങ്ങളിൽ നിന്നും നമ്മൾ എന്താക്കി തരും? റിമൂവ് ചെയ്തു തരും, ബന്ധന വിമുക്തനാക്കി തരും, ശാപത്തിന് മോശം ഉണ്ടാക്കി തരും, ശാപമോശം നമുക്ക് നൽകും. അല്ലെ? ശരിയല്ലേ? അങ്ങനെ നമുക്ക് തരുന്ന കൃഷ്ണൻ ലോകത്തിലെ സമസ്ത ജീവജാലങ്ങൾക്കും ബന്ധന വിമുക്തി നൽകുന്ന കൃഷ്ണൻ. കേൾക്കുന്നുണ്ടോ? ഇവിടെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, ഇവിടെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുന്നു. സകല കെട്ടുപാടുകളിൽ നിന്നും നമ്മളെ മുക്താക്കാൻ ആംബിയറുള്ള കഴിവുള്ള കൃഷ്ണനെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുന്നു. സകല കെട്ടുപാടുകളിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്താൻ കഴിവുള്ള കൃഷ്ണനെ പിടിച്ച് ഇവിടെ കെട്ടിയിട്ടിരിക്കുന്നു. ഈ കോൺട്രാഡിക്ഷൻ ഏത് ലീലയിൽ മാത്രമേ കാണാൻ പറ്റൂ? ദാമോദര ലീലയിൽ മാത്രമേ കാണാൻ പറ്റൂ. ഇവിടെ ഒരു മനോഹരമായ ഒരു കഥ പറയും. ഏത് കഥയാണ് ഇവിടെ പറയേണ്ട? കഥ രണ്ട് മരങ്ങൾ ഉണ്ടായിരുന്നു. എവിടെ ഉണ്ടായിരുന്നു? അവിടെ നമ്മുടെ ഈ വൃന്ദാവന ധാമില് ഈ പറഞ്ഞ ദാമോദര ലീല നടക്കുന്ന നന്ദമഹാരാജാവിന്റെ യശോദാദേവിയുടെ കൊട്ടാരത്തിന്റെ നടയില് രണ്ട് വൃക്ഷങ്ങൾ ഉണ്ടായിരുന്നു. ഏത് വൃക്ഷമാണ് രണ്ട് വൃക്ഷം? അർജുന മരങ്ങൾ രണ്ടെണ്ണം. അത് ആരാണ് യഥാർത്ഥത്തില്? അത് രണ്ടും കുബേരന്റെ മക്കളായ രണ്ടുപേരാണ്. ആരാണത്? ഒന്ന് നള കുബേരനും മണിഗ്രീവനുമാണ്. ഇവര് അവിടെ വന്ന് നിൽക്കാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ അത് ദാമോദര ലീലയുടെ മാത്രം സ്പെഷ്യാലിറ്റിയാണ്. മനസ്സിലാവും? ഈ കഥ കൂടെ പറഞ്ഞിട്ട് അടുത്ത പോയിന്റിലേക്ക് പോകാം കേട്ടോ. സമയമായോ? ഇനി 4 പോയിന്റ് പറയണം. ദാമോദര ലീലയിൽ മാത്രമുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാല് നള കുബേര മണിഗ്രീവ രണ്ട് വ്യക്തികൾ കുബേരന്റെ മക്കളാണ്. ആരുടെ മക്കളാണ്? കുബേരന്റെ മക്കൾ എന്ന് പറയുമ്പോ സമ്പത്ത് വയസ്സ് എങ്ങനെയാണ് പറയും? ഹാഷ് ഭൂഷാണ്. ഇഷ്ടം പോലെ പണമുണ്ട് അല്ലെ? പിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. അവരെന്ത് ചെയ്തു? പണം കുമിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അഹങ്കാരികളായി മാറും. അതുപോലെ സാധാരണ വിഷയ സുഖം ആഗ്രഹിക്കുന്ന ആൾക്കാരായിട്ടാണ് അവർ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ പോലെ അങ്ങനെ ഇരുന്നിട്ട് കൂടി അവർക്കൊരു ഭാഗ്യമുണ്ടായി. എന്തെന്ന് വെച്ചാൽ അവര് കുറച്ച് ലേഡീസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഒരു വെള്ളത്തിൽ കുളിച്ചുകൊണ്ടിരുന്നു. അപ്പൊ അവിടെ ആര് വന്നു? നാരദ മഹർഷി വന്നു. അപ്പൊ അദ്ദേഹത്തിന് അവരുടെ കൂടെ കുളിച്ചുകൊണ്ട് ദേവിമാര് ഉടനെ അദ്ദേഹത്തിനെ റെസ്പെക്ട് ചെയ്ത് മാറുന്നു. എന്നാൽ ഇവരെന്ത് ചെയ്തു? ഇദ്ദേഹത്തിനെ റെസ്പെക്ട് ചെയ്തില്ല. ഭക്തനായ
നാരദ മഹർഷിയെ റെസ്പെക്ട് ചെയ്തില്ല. കാരണം അവർക്ക് എന്ത് ബാധിച്ചിരുന്നു? ഞങ്ങൾ പണമുള്ള ആൾക്കാരാണ്, ഞങ്ങൾ ആരും വകവയ്ക്കേണ്ട കാര്യമില്ല എന്നൊരു ഭൗതിക ലോകത്തിലെ ആവശ്യമില്ലെന്നുള്ള മനോഭാവത്തിൽ എത്തിച്ചിരുന്നു അവർക്ക് ആ സമയത്ത്. അപ്പൊ അങ്ങനെയുള്ള ആ സിറ്റുവേഷനിൽ ആര് ശപിച്ചു? നാരദ മഹർഷി അവരെ ശപിച്ചു. എന്താ? നിങ്ങൾ ഭക്തന്മാരെ റെസ്പെക്ട് ചെയ്യാൻ അറിഞ്ഞാത്തത് കൊണ്ട് നിങ്ങൾ ഒരു മരമായി പരിണമിക്കട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചു. അപ്പൊ സാധാരണ ഒരു ഭൗതിക ലോകത്തിലെ വികാര വിചാരങ്ങൾ മാത്രം ഉണ്ടായിരുന്ന ഈ മണിഗ്രീവ മണിഗ്രീവ നളകുബേരന്മാര് ഒരു ഭക്തന്റെ ശാപം കിട്ടിയിട്ട്, എന്താ? ഭക്തന്റെ അനുഗ്രഹമല്ല, ശാപം കിട്ടിയിട്ട് അവരെവിടെ വന്ന് നിന്നു? വന്ന് ജനിച്ചത് എവിടെയെന്ന് വെച്ചാല് ആ മരമായിട്ട് വന്ന് ജനിച്ചത് അവിടെ ഈ പറഞ്ഞ വൃന്ദാവന ധാമിലാണ്. അപ്പോ നാരദ മഹർഷിയോട് അവർ ഉടനെ പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിപ്പോയി, ഞങ്ങൾ അങ്ങേ റെസ്പെക്ട് ചെയ്തോളാം, ക്ഷമിക്കണം, ഞാൻ എന്തായാലും ശാപം ഇട്ട് കളഞ്ഞു, പക്ഷെ നിങ്ങൾക്ക് ഇത് ഗുണമായി വരും. കാരണം എന്ത്? ഭക്തന്റെ ശാപം പോലും, ഭക്തന്റെ അനുഗ്രഹം മാത്രമല്ല ശാപം പോലും പൊതുജനങ്ങൾക്ക് ഗുണമായേ വരൂ. അതുകൊണ്ട് നാളെ ഒരു കാലത്ത് നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് കൃഷ്ണന്റെ പാദസ്പർശനം ഏറ്റ ഒരു ഉരല് വന്ന് നിങ്ങളെ തട്ടും. അപ്പൊ നിങ്ങൾക്ക് തിരിച്ച് ഈ ശരീരം തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞു, അനുഗ്രഹിച്ചു. മനസ്സിലാക്കണം, ഈ ലീലയിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അദ്ദേഹം വന്ന് നിന്ന ഈ സ്ഥലം ഒരു ഭക്തന്റെ കാരുണ്യത്താൽ അവർ വന്ന് നിന്നത് വൃന്ദാവനധാമിലാണ്. വൃന്ദാവനധാമിൽ എന്താണോ വിഷയസുഖം മാത്രം ആഗ്രഹിച്ചിരുന്ന നളകുബേരനും മണിഗ്രീവനും കണ്ടത്, ആ കണ്ട ഭാഗ്യം, ആ കണ്ട കാര്യങ്ങൾ കാണാനുള്ള ഭാഗ്യം ദേവകി വാസുദേവന് പോലും കിട്ടാത്തതാണ്. ശരിയാണോ? വൃന്ദാവന ലീല ആര് കണ്ടിട്ടില്ല? ദേവകി കണ്ടിട്ടില്ല. വൃന്ദാവന ലീല വാസുദേവനും കണ്ടിട്ടില്ല. പക്ഷെ അത് ആർക്ക് കാണാനുള്ള ഭാഗ്യം കിട്ടി? ഈ മരമായിട്ട് വിടാതെ അവിടെ നിന്നിരുന്ന ഈ മണിഗ്രീവനും നളകുബേരനും കിട്ടിയിരിക്കുകയാണ്. അതിന് ഒരൊറ്റ ക്വാളിഫിക്കേഷൻ അവർക്കുള്ളൂ. എന്താണ്? ഒരൊറ്റ ക്വാളിഫിക്കേഷൻ. എന്താണ് ആ ക്വാളിഫിക്കേഷൻ? അവര് ഒരു ഭക്തന്റെ കയ്യിൽ നിന്ന് ശാപം മേടിച്ചു. ഇതാണ് ക്വാളിഫിക്കേഷൻ. എന്ത് ക്വാളിഫിക്കേഷൻ? ശാപം മേടിച്ചു എന്നുള്ളതാണ് ക്വാളിഫിക്കേഷൻ. ഒരു ഭക്തന്റെ കയ്യിൽ നിന്ന് ശാപം മേടിച്ചപ്പോ അവർക്ക് ഇത്രയും വലിയ സൗഭാഗ്യം കിട്ടി. മനസ്സിലായോ? അതാണ് ഭക്തമഹിം അത്രയും വലുതാണ് മനസ്സിലാക്കുക. നിങ്ങൾ ഭക്തസംഘത്തിൽ എപ്പോഴും വരാൻ ശ്രമിക്കുക. കാരണം ഇതാണ് അവസ്ഥ. ഇതാ. അതോടുകൂടി എന്ത് സംഭവിച്ചു? കൃഷ്ണന്റെ നേരിട്ടുള്ള പാദസ്പർശനം പോലും അവർക്ക് കിട്ടിയില്ല. പകരം കൃഷ്ണനെ കെട്ടിയിട്ടിരുന്ന ഉരലാണ് എവിടെ വന്ന് തട്ടിയത്? കൃഷ്ണനെ കെട്ടിയിട്ടിരിക്കുകയാണ്. എന്നാ കെട്ടിയിട്ടിരിക്കപ്പെടുന്ന കൃഷ്ണൻ കർമ്മബന്ധങ്ങൾ കൊണ്ട് കെട്ടിയിട്ടിരിക്കപ്പെട്ടിരിക്കുന്ന മണിഗ്രീവനും നളകുബേരനും ബന്ധന വിമുക്തി കൊടുത്തു. ഇതൊന്നും എന്ത് മനസ്സിലാക്കും? കൃഷ്ണൻ ബന്ധനസ്ഥനാണെങ്കിൽ കൂടിയും മറ്റുള്ളവർക്ക് ബന്ധന വിമുക്തി നൽകാനുള്ള ആംബിയർ ആർക്കുണ്ടെന്ന് മനസ്സിലാക്കണം. ഈ ലീലയിലൂടെ മനസ്സിലാക്കണം. അല്ലെങ്കിൽ എത്രയോ ലീലകൾ നടന്നതിന്റെ ഇടയിൽ ഈ മണിഗ്രീവന അല്ലെങ്കിൽ ഈ രണ്ടുപേർക്കും വിമുക്തി കൊടുക്കാൻ ആർക്ക് പറ്റുമായിരുന്നു? കൃഷ്ണന് പറ്റുമായിരുന്നു അല്ലേ? പക്ഷേ കൃഷ്ണനെ കെട്ടിയിടുന്നവരെ കൃഷ്ണൻ വെയിറ്റ് ചെയ്തിട്ടാണ് കർമ്മബന്ധങ്ങൾ കൊണ്ട് കെട്ടിയിടിക്കപ്പെട്ട ഇവരെ വിമുക്തി കൊടുത്തത്. അങ്ങനെ അവർക്ക് ബന്ധന വിമുക്തി കൊടുക്കുമ്പോൾ കൃഷ്ണൻ കെട്ടിയിടിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അതിനർത്ഥം എന്താണ്? അപ്പൊ മറ്റുള്ള രീതിയിൽ ഉള്ള ഒരു നിയമങ്ങളും ആർക്ക് ബാധകമല്ല? കൃഷ്ണന് ബാധകമല്ല. കൃഷ്ണനെ കെട്ടിയിട്ടാലും കെട്ടിയിട്ടില്ലെങ്കിലും എല്ലാം കൃഷ്ണൻ എപ്പോഴും ആർക്കും ബന്ധനമുക്തി നൽകാൻ ശക്തനാണ് എന്നാണ് ആ ലീലയിലൂടെ കൃഷ്ണൻ നമുക്ക് കാണിച്ചു നൽകുന്നത്. അത് മാത്രമല്ല, കൃഷ്ണൻ മാത്രമല്ല, കൃഷ്ണനെ സംബന്ധിക്കുന്ന വിഷയങ്ങൾക്ക് പോലും മറ്റുള്ളവർക്ക് മുക്തി നൽകാൻ ഉപകാരപ്പെടും. ഭഗവാന്റെ പാദം പതിഞ്ഞ മണ്ണെടുത്ത് നമ്മൾ തലയിൽ തേക്കും, തിലകമിടും. എന്തുകൊണ്ട്? എന്തുകൊണ്ടെന്നാല് ഭഗവാനെ സ്പർശിച്ച സാധനങ്ങൾക്ക് പോലും നമുക്ക് മുക്തി നൽകാൻ കഴിയും. ഇവിടെ ഉരലാണ് വന്ന് തട്ടിയത് മരങ്ങളെ. എന്നിട്ട് കൂടി എന്ത് സംഭവിച്ചു? ആ മരങ്ങൾക്ക് വിമുക്തി ഉണ്ടാകും. അതുകൊണ്ട് ഭഗവാനെ സംബന്ധിക്കുന്ന പാരഫർണാലിയായും എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ വർഷിപ്പ് ചെയ്യണം. ഗംഗാജലത്തിന് ഇത്ര മഹാത്മ്യം എന്തുകൊണ്ടാണ്? അത് ഭഗവാന്റെ പാദം തട്ടി ഭൂമുഖത്ത് വന്നത് കൊണ്ടാണ്, അല്ലെ? അപ്പൊ ഭഗവാനെ സംബന്ധിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും നമുക്ക് എന്ത് നൽകാൻ കഴിയും? നമുക്ക് ബന്ധന വിമുക്തി നൽകാൻ കഴിയും. അതുകൊണ്ടാണ് ഗംഗാജലത്തിൽ നമ്മൾ പോയി കുളിക്കുമ്പോൾ നമ്മൾ കർമ്മബന്ധനത്തിൽ നിന്ന് വിമുക്തനാവുന്നത് ഭഗവാന്റെ പാദം തട്ടി വരുന്നത് കൊണ്ടാണ്. അപ്പൊ ഭഗവാന്റെ ശരീരത്തിലൂടെ കെട്ടിയിട്ടിട്ട് വരുന്ന ഉരലിനെ ആർക്ക് ബന്ധന വിമുക്തി കൊടുക്കാൻ കഴിഞ്ഞു? നളകുബേര മണിഗ്രീവന്മാർക്ക് ബന്ധന വിമുക്തി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ബന്ധനസ്ഥനാണ്, എന്നാൽ മറ്റുള്ളവർക്ക് ബന്ധന വിമുക്തി കൊടുക്കും. അതൊരു കോൺട്രാഡിക്ഷൻ ആണ് ദാമോദരൻ. അടുത്തത്, God desires over God by the devotee's determination.
നേരത്തെ പറഞ്ഞതുപോലെ സാധാരണ ഭഗവാൻ വിചാരിച്ചതേ ഈ ലോകത്ത് നടക്കത്തുള്ളൂ, ആണല്ലയോ? ഭഗവാൻ ഒന്ന് വിചാരിച്ചു, ഭക്തൻ വേറൊന്ന് വിചാരിച്ചു. അവസാനത്തെ വിജയം ആർക്കായിരിക്കും? ഭഗവാനായിരിക്കും. എന്നാൽ ഇവിടെ അവസാനത്തെ വിജയം ആർക്കാണ്? യശോദാദേവിക്കാണ്. കൃഷ്ണനെ പിടിച്ച് കെട്ടണമെന്ന് ആരാഗ്രഹിച്ചു? യശോദാദേവി ആഗ്രഹിച്ചു. കൃഷ്ണൻ എന്താഗ്രഹിച്ചു? കെട്ടാൻ പാടില്ല എന്ന് ആഗ്രഹിച്ചു, അല്ലെ? അവസാനം ആര് പറഞ്ഞതേ നടന്നുള്ളൂ? യശോദാദേവി പറയുന്നുണ്ട്. അർജുനൻ പറഞ്ഞു ഞാൻ യുദ്ധം ചെയ്യുന്നില്ല എന്ന് ആഗ്രഹിച്ചു. കൃഷ്ണൻ നീ യുദ്ധം ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. അവസാനം ആര് പറഞ്ഞതാണ് നടന്നത്? അർജുനൻ പറഞ്ഞതല്ല, കൃഷ്ണൻ പറഞ്ഞതാണ് നടന്നത്. അർജുനൻ യുദ്ധം ചെയ്തു. എന്നാൽ എവിടെ നോക്കിയാലും കൃഷ്ണൻ പറഞ്ഞത് എവിടെയും നടന്നിട്ടുള്ളൂ. എന്നാൽ ദാമോദര ലീല മാത്രം ഭക്ത പറഞ്ഞതാണ് അവിടെ നടന്നിട്ടുള്ളത്. കൃഷ്ണൻ വിട്ടുകൊടുക്കുകയുണ്ടായി. ഇതിനകത്ത് നല്ലൊരു കുറച്ച് നമുക്ക് മനസ്സിലാവാത്ത ഒന്ന് രണ്ട് വാക്കുകൾ നമ്മളിവിടെ സംസാരിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഭഗവാൻ നടക്കുമ്പോൾ ഭഗവാന്റെ കൂടെ യോഗമായ ശക്തിയും കൂടെ നടക്കും. ഭഗവാൻ ഒന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ കൂടി ഈ യോഗമായ ഭഗവാന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. ഉദാഹരണത്തിന് ഇന്ത്യൻ പ്രസിഡന്റ് വരുമ്പോ കുറെ ബ്ലാക്ക് കാറ്റ്സ് ഫ്രണ്ടിലൂടെ ബാക്കിലൂടെ ഒക്കെ നടക്കും, അല്ലേ? അപ്പൊ അവർക്ക് അതനുസരിച്ച് അദ്ദേഹത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും, ഇല്ലേ? അതേപോലെ ഭഗവാന്റെ ഒന്ന് രണ്ട് ശക്തികൾ, യോഗമായ ശക്തികളുണ്ട്. ആ യോഗമായ ശക്തികൾ ഭഗവാന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യും. ഒന്ന്, ഭഗവാൻ എന്താഗ്രഹിച്ചോ അത് നടപ്പിൽ വരുന്ന ജോലി ഭഗവാന്റെ സത്യസങ്കല്പ ശക്തിക്കാണ്. എന്താ? ഭഗവാന്റെ വൺ ഓഫ് ദ ബ്ലാക്ക് കാറ്റ്സിന്റെ പേരാണ് സത്യസങ്കല്പ ശക്തി. ഭഗവാൻ പരമസത്യമാണ്. അദ്ദേഹത്തിന് എന്താണോ ആഗ്രഹം അത് നടപ്പിൽ വരുത്തുക എന്നുള്ളതാണ് സത്യസങ്കല്പ ശക്തിയാകുന്ന യോഗമായ ശക്തിയുടെ ഒരു വിങ്ങിന്റെ ജോലി. കേൾക്കുന്നുണ്ടോ? അത് സാധാരണ അങ്ങ് നടന്നോളും. അതിനെക്കുറിച്ച് ആരും നോക്കണ്ട. കറക്റ്റായിട്ട് ഭഗവാൻ ആഗ്രഹിക്കുന്നത് നടപ്പിൽ വരും. എന്താണോ യജമാനൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന് അറിയാം. ആ സേവ സത്യസങ്കല്പ ശക്തി കറക്റ്റാ ചെയ്യും. മറ്റൊരു ശക്തി എന്ന് പറയുമ്പോൾ ഭഗവാന്റെ മറ്റൊരു ശക്തിയുണ്ട്, ഭഗവാന്റെ വിഭൂതി ശക്തി. അതും ഭഗവാന്റെ ഇതുപോലത്തെ സിറ്റുവേഷൻ വരുമ്പോൾ ഭഗവാനെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കും. ഉദാഹരണത്തിന് ഭഗവാൻ ഇവരുടെ സദസ്സിൽ പോയി, ആരുടെ സദസ്സിൽ? കൗരവന്മാരുടെ സദസ്സിൽ പോയി. അപ്പൊ ഭഗവാൻ ആയുധം എടുത്ത് കൊല്ലാൻ ശ്രമിച്ചല്ലോ. അപ്പൊ ഭഗവാന്റെ വിശ്വരൂപം അവിടെ വന്നു. ഭഗവാന്റെ ഈ പറഞ്ഞ ശക്തികളെല്ലാം അവരെ അകറ്റുകയാണ് ചെയ്യുന്നത്. അതേപോലെ ഈ ശക്തികൾ ഭഗവാൻ പറയാതെ തന്നെ ഭഗവാൻ വേണ്ടി പ്രവർത്തിച്ചോളും. എന്നാൽ ഇങ്ങനെ ഭഗവാന്റെ ഒരുപാട് വിഭൂതി ശക്തികൾ ഉണ്ടെങ്കിലും ഈ വിഭൂതി ശക്തികളെല്ലാം ഭഗവാന്റെ ഒരു ശക്തി ഫ്രണ്ടിൽ വന്ന് സർവീസ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്മാറിപ്പൊക്കളും. ആ ഒരു ശക്തി ഏതെന്നറിയാമോ? ഭഗവാന്റെ കാരുണ്യ ശക്തി. പറയൂ. ഭഗവാന്റെ കാരുണ്യ ശക്തി അവിടെ സർവീസിന് വന്നു കഴിഞ്ഞാൽ അതിശക്തമായ വിഭൂതികൾ കാണിക്കുന്ന ഭഗവാന്റെ വ്യത്യസ്ത വിഭൂതി ശക്തികൾ പിന്മാറിപ്പൊക്കളും. അതിന് വേറെ നിയമമൊന്നുമില്ല, ഒറ്റ നിയമമേ ഉള്ളൂ. എന്താ? കൃഷ്ണൻ പറഞ്ഞു, കൃഷ്ണൻ കാരുണ്യം ഒരാൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചു, പണി കഴിഞ്ഞു. ഇപ്പൊ പുതിയതായിട്ട് ഒരു നിങ്ങൾക്ക് അറിയാമെന്ന് അറിഞ്ഞൂടാ, ഇന്ത്യൻ നിയമം അനുസരിച്ച് ആരെ വേണമെങ്കിലും തൂക്കിക്കൊല്ലാൻ വരെ ശിക്ഷിക്കാം, കേട്ടോ. എന്നാൽ പ്രസിഡന്റ് പറയാണ് അയാളെ വെറുതെ വിട്ടിരിക്കുന്നു, തീർന്നു. പിന്നെ ആ ഒരു സംഭവത്തിന് സുപ്രീം കോടതിയിൽ അപ്പീൽ ചെയ്യാൻ പറ്റൂ. അതറിയാമോ? അതാണ് പാർഡനിങ് പവർ ഓഫ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. അതേ പവർ ഗവർണറിനും ഉണ്ട്, കേട്ടോ. അതേപോലെ ഇപ്പൊ പത്രം വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ, അല്ലെ? ബൈഡൻ അദ്ദേഹത്തിന്റെ മകനെ 1000 കുറ്റത്തിന് അവിടുത്തെ സുപ്രീം കോടതി ശിക്ഷിച്ചു. അത് 20-ാം തീയതി ഇറങ്ങാൻ പോവുകയാണ് ഈ മാസം. അതുകൊണ്ട് ഇറങ്ങാൻ നേരത്തെ ഒരു നല്ലൊരു കാര്യം ചെയ്യും. എന്താ? മകന്റെ എല്ലാ ശിക്ഷയിൽ നിന്നും ഞാൻ വിമുക്തനാക്കിയിരിക്കുന്നു, പാഠം കൊടുത്തിരിക്കുന്നു. സ്വന്തം മകനായതുകൊണ്ടാണ് ചെയ്തത്, തെമ്മാടത്തനമാണ് കാണിച്ചത്. എന്തിനായി ഒന്നുകൊണ്ട് അങ്ങനെ ഒരു പവർ ഉണ്ട്. അങ്ങനെ ചെയ്യുന്ന പക്ഷം പിന്നെ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല എന്നൊരു നിയമം കൂടെ ഉണ്ട്. ബാക്കി എല്ലാ കീഴ്ക്കോടതി ശിക്ഷിച്ച മേൽക്കോടതിയിൽ അപ്പീൽ പോകാം. പക്ഷെ പ്രസിഡന്റ് ഒരു കാരുണ്യം കാണിച്ചു കഴിഞ്ഞാൽ ഈ ഭൗതിക ലോകത്തിലെ നിയമത്തിൽ പോലും അത് ചോദ്യം ചെയ്യാൻ പാടില്ല എന്നൊരു നിയമം. കേൾക്കുന്നുണ്ടോ? എങ്കിൽ പരമ ദിവ്യ ഉത്തമ പുരുഷൻ ജഗന്നാഥൻ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഒരു കാരുണ്യ ശക്തി അവിടെ വന്നു. ഒരാൾക്ക് കാരുണ്യം കൊടുക്കാൻ തീരുമാനിച്ചാൽ ലോകത്ത് ആർക്കെങ്കിലും അതിനെ ചോദ്യം ചെയ്യാൻ പറ്റുമോ? ഭൗതിക ലോകത്തിൽ പോലും പറ്റൂല എന്നാണ് നിയമം. ഇപ്പോഴും അതാണ് നിയമം. ഇപ്പോൾ ഈ ഭൗതിക ലോകത്തിൽ ഈ ഡെമോക്രസി അത് ആന ചേന എന്നൊക്കെ പറയുന്ന ഈ ലോകത്ത് പോലും ഭൗതിക ലോകത്തിൽ ഒരു കാരുണ്യം കൊടുത്ത ഒരാളെ വെറുതെ വിട്ടാൽ അതിനെ ചോദ്യം ചെയ്യാൻ പറ്റുന്ന നിയമം ഇരിക്കെ ഈ ലോകത്തിന്റെ പ്രപഞ്ചത്തിന്റെ നാഥൻ ഒരാൾക്ക് കാരുണ്യം കൊടുക്കാൻ തീരുമാനിച്ചാൽ ഭഗവാന്റെ തന്നെ ശക്തികൾക്ക് പോലും അവിടെ റോളില്ല, മാറി നിൽക്കും. അങ്ങനെ ഇവിടെ യശോദാദേവി പിടിച്ചു കെട്ടാൻ തീരുമാനിച്ചു. ഉടനെ ഭഗവാന്റെ സത്യസങ്കല്പ ശക്തിയും വിഭൂതി ശക്തി അതിനെതിരായി നിന്നു. അതുകൊണ്ടാണ് യശോദ കെട്ടാൻ നോക്കിയപ്പോ എന്ത് കുറവ്? 2 ഇഞ്ചിന്റെ കുറവ് വന്നത്. അത് ആരാണ് പ്രവർത്തിക്കുന്നത്? ഭഗവാന്റെ ഈ വിഭൂതി ശക്തികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പത്തേക്കും യശോദാദേവി ഇന്നത്തെ ശ്ലോകത്തിൽ പറയുന്ന പ്രകാരം എന്താ? അതങ്ങ് വിട്ടു. ഇനി എന്നെ കൊണ്ട് കൃഷ്ണനെ കെട്ടാൻ കഴിയില്ല എന്ന് വിട്ടു. വിട്ടപ്പോ ഭഗവാന്റെ കാരുണ്യ ശക്തി അവിടെ വർക്കൗട്ടായി.
അപ്പൊ ഭഗവാന്റെ കാരുണ്യശക്തി വർക്കൗട്ട് ആകുമ്പോൾ നേരത്തെ ഉള്ള ശക്തികൾ മാറി നിന്നേ പറ്റൂ. അങ്ങനെ മാറി നിന്നപ്പോ എന്തായി? ഇപ്പൊ പിടിച്ചു കെട്ടാൻ പറ്റി. അവിടെ 2 ഇഞ്ചിന്റെ കുറവാണ് ഉണ്ടായത്. എന്താണ് ആ 2 ഇഞ്ച് പ്രതിനിധാനം ചെയ്യുന്നത്? എന്താണ് ആ 2 ഇഞ്ച്? ഒന്ന് നമ്മുടെ സറണ്ടറിങ്. എന്താ? എന്നെ കൊണ്ട് പറ്റൂല കൃഷ്ണ, നീ അങ്ങ് വിചാരിച്ചാലേ അങ്ങയെ കിട്ടാൻ പറ്റൂ എന്ന് നമ്മൾ സമ്മതിക്കണം. ഭഗവാന്റെ ആ ഒരു സുപ്രീമസിയെ നമ്മൾ അംഗീകരിക്കണം. അപ്പോഴാണ് നമ്മൾ ഒരു ഇഞ്ച് കവറായി. മറ്റൊരു ഇഞ്ച് ആരാണ്? എന്താണ്? അത് നമ്മൾ സമ്മതിച്ചത് കൊണ്ട് മാത്രം കൃഷ്ണൻ സാങ്ഷൻ ചെയ്യണമെന്നില്ല. അത് ആര് ചെയ്താലേ ഉള്ളൂ. കൃഷ്ണൻ കാരുണ്യം കാണിച്ചാലേ രണ്ടാമത്തെ ഇഞ്ച് മാച്ചാവുള്ളൂ. ഇവിടെ രണ്ടും മാച്ചായി. ഒന്ന് കൃഷ്ണനോട് ഇന്നത്തെ ശ്ലോകത്തിൽ വ്യക്തമായി പറഞ്ഞു, യശോദേവി വിട്ടു, കെട്ടണം എന്നുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ആഗ്രഹം വിട്ടു, എന്നെ കൊണ്ട് പറ്റൂല. അപ്പൊ അവിടെ സറണ്ടറിങ് വന്നു. സറണ്ടറിങ് വന്നപ്പോ കൃഷ്ണൻ എവിടെയാണോ സറണ്ടറിങ് വരുന്നത് അവിടെ കൃഷ്ണന്റെ കാരുണ്യ ശക്തി അട്രാക്റ്റ് ആവും. കൃഷ്ണന്റെ കാരുണ്യ ശക്തി അട്രാക്റ്റ് ആയി കഴിഞ്ഞാൽ വേറെ ഒരു നിയമവും അവിടെ പ്രാക്ടിക്കൽ അല്ല, ആപ്ലിക്കബിൾ ആണ്. അങ്ങനെ ഇവിടെ അത് സംഭവിച്ചു. ശരി, അടുത്തത് ഇനി 2 പോയിന്റ് കൂടെ പറഞ്ഞ് ക്ലാസ് അവസാനിപ്പിക്കും. ഒന്ന്, ദ ലിബറേറ്റർ ഇൻ ബോണ്ടേജ്. നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണ്. ഈ ലോകത്തിൽ എല്ലാവർക്കും മുക്തി നൽകുന്ന മുക്തിദാതാവ് ഇപ്പൊ ആർക്കും കൂടെ മുക്തി കൊടുത്തു? മണിഗ്രീവ നളകുബേരന്മാർക്കും മുക്തി കൊടുത്തു. എന്നാൽ ഇപ്പോഴും കശി ബന്ധനസ്ഥനാണ്. എവിടെ കെട്ടിയിട്ടിരിക്കുകയാണ്? ഉരലിൽ പിടിച്ച് കെട്ടിയിട്ടിരിക്കുകയാണ്. ഇനി അദ്ദേഹത്തിന് അതിൽ നിന്നും വിമുക്തി ആക്കാൻ വേണ്ടി അദ്ദേഹം ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു? മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അവസാനം ആര് വന്നാണ് അദ്ദേഹത്തിനെ പിടിച്ച് ഇളക്കി വിട്ടത്? അത് ആരാണ്? നമ്മുടെ നന്ദമഹാരാജാവ് വന്നാണ് ആ കുട്ടിയെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. അപ്പോ ഇദ്ദേഹം മറ്റുള്ളവർക്കെല്ലാം അത് ബോണ്ടേജിൽ നിന്നും വിമുക്തി കൊടുക്കുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ കെട്ടിൽ നിന്നും വിമുക്തനാവാൻ മറ്റുള്ള ഭക്തനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഈ കോൺട്രാഡിക്ഷൻ എവിടെ കാണാൻ പറ്റൂ? ദാമോദര രീതിയിൽ മാത്രമേ കാണാൻ പറ്റൂ. അടുത്ത പോയിന്റ്, ദ പൊസസർ ഓഫ് ആൾ ക്വാളിറ്റീസ് ആൻഡ് ദിയർ ഓപ്പോസിറ്റ്സ്. ഭഗവാൻ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ സകലമാന ഓപ്ലുവൻസും കയ്യിലുള്ള ആളാണ്. എന്നാൽ അതിന്റെ ഓപ്പോസിറ്റ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. ഈ ലോകത്തിലെ ഏറ്റവും നല്ല വിശ്വസ്തൻ ആരാണ്? കൃഷ്ണൻ. എന്നാൽ ഏറ്റവും വലിയ ചതിയൻ ആരാണ്? കൃഷ്ണനെക്കാൾ വലിയ ചതിയൻ ഇല്ല. കൃഷ്ണൻ അവിടെയും അദ്ദേഹം തന്നെയാണ് നമ്പർ 1. എല്ലാത്തിന്റെ പ്ലസുകൾ ആരാന്ന് ചോദിച്ചാൽ അതെല്ലാം കൃഷ്ണൻ തന്നെയാണ്. എന്നാ നെഗറ്റീവ് എന്റെ ടോപ്പ് ആരെന്ന് ചോദിച്ചാൽ കൃഷ്ണനെ പറ്റൂ. അത്രത്തോളം നെഗറ്റീവ് ആവാൻ ആർക്കേ പറ്റൂ? അതും കൃഷ്ണനെ പറ്റും. അതുകൊണ്ട് എല്ലാത്തിന്റെയും പ്ലസും എന്നുള്ള ലീല ഭഗവാൻ ഒരുപാട് എടുത്ത് കാണിച്ചു. ഇന്ന് അതിന്റെയൊക്കെ കോൺട്രാഡിക്ഷൻ ആയ ലീല ദാമോദര ലീലയിലൂടെയും കൃഷ്ണൻ നമുക്ക് കാണിച്ചു തന്നു. അപ്പൊ ഏറ്റവും സൂട്ടായ പേഴ്സൺ, പെർഫെക്ഷന്റെ സൂട്ട് ആരെന്ന് ചോദിച്ചാൽ, പ്ലസിന്റെ പെർഫെക്ഷന്റെ മാച്ച് ആരെന്ന് ചോദിച്ചാൽ അത് കൃഷ്ണൻ തന്നെ. നെഗറ്റീവിന്റെ പെർഫെക്റ്റ് മാച്ച് ആരെന്ന് ചോദിച്ചാൽ അതും ആരാണ്? അത് കൃഷ്ണൻ ചെയ്താലേ നന്നായി. അതുകൊണ്ട് എല്ലാ രീതിയിലുള്ള ആകർഷണവും കൃഷ്ണന് മാത്രം സ്വന്തം. നല്ലത് അന്വേഷിച്ച് പോയാൽ അവസാനം നമ്മൾ കൃഷ്ണനിലെത്തും, ചീത്ത അന്വേഷിച്ച് പോയാൽ അവസാനം ആരിലെത്തും? കൃഷ്ണനിലെത്തും. അതുകൊണ്ട് ആ പരമദിവ്യയുക്തമായ പുരുഷനായ കൃഷ്ണനെ നമുക്ക് നേരിട്ട് ഡയറക്റ്റായിട്ട് അപ്രോച്ച് ചെയ്യാൻ നമുക്ക് കഴിയത്തില്ല. പകരം നമ്മൾ ഭക്തന്മാരിലൂടെ നമുക്ക് ഭഗവാന്റെ ലീലകൾ ആസ്വദിക്കാൻ ശ്രമിക്കാം. ഇനി ഈ ഓരോ കോൺട്രാഡിക്ഷനെ കുറിച്ചും നല്ല നല്ല കഥകളും മനോഹരമായ ശ്ലോകങ്ങളും ഒക്കെ നമുക്ക് ചർച്ച ചെയ്യപ്പെടാനുണ്ട്. അത് നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ, ഇനിയുള്ള ക്ലാസ്സിൽ, അടുത്ത ദാമോദര ലീല മാസം വരുന്നത് വരെ നമുക്ക് മാസത്തിൽ ഒരു ക്ലാസ് വെച്ച് ചർച്ച ചെയ്യാനുള്ള ഭാഗ്യം നമുക്ക് തരപ്പെടും. ഹരേ കൃഷ്ണ. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വിഷയത്തെ കുറിച്ച് നമുക്ക് പ്രസാദം കഴിക്കാൻ സമയമായി. എന്തെങ്കിലും വേറെ ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം, പ്രസാദത്തിലേക്ക് പോകാം. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം ഭഗവത്ഗീത കി ജയ്, ശ്രീല പ്രഭുപാദ് കി, ശ്രീല ഗുരുദേവ് കി, ഗൗര പ്രമാനന്ദേ ഹരി. Thank you so much.